ഹലോ ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ജോഗ്രഫി പാഠഭാഗങ്ങളാണ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സിലബസ് വൈസ് അല്ലെങ്കിൽ സബ്ജക്റ്റ് വൈസ് ആണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ചാപ്റ്റർ നമുക്ക് മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ലാസ്റ്റ് ഭാഗത്തേക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കുറച്ച് കുട്ടികൾ അങ്ങനെ കമൻറ്റിൽ പറയുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊന്ന് ക്ലിയർ ചെയ്താണ്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി പോർഷൻ തീർന്നു എന്നതിൻ്റെ പുറത്താണ് അടുത്ത് നമ്മൾ ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജോഗ്രഫി ഇനി കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്ത സെഷൻ സബ്ജക്റ്റ് വൈസ് ആണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അടുത്ത സബ്ജക്റ്റ് ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക. ഇതിൽ ഏതെങ്കിലും ഒരു പോർഷൻ മിസ്സായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്റർ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ലാസ്റ്റ് നമ്മൾ പോർഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അടുത്ത ചാപ്റ്റർ എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ചാപ്റ്റർ മിസ് ചെയ്യുന്നുള്ള പേടി വേണ്ട. ഇങ്ങനെയാണ് നമ്മൾ ഓർഡർ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തല്ലോ അല്ലേ? നമ്മളെ പുതിയ ആപ്പ് ലോഞ്ചായി, നമ്മൾ പുതിയ പോർഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഓഡിയോ ബുക്കും കൂടെ ചേർന്നാണ് വരുന്നത്. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ മിസ് പറഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാവരും ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ് എന്തായാലും അതിൽ മിസ് ഷുവറായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. സ്റ്റാൻഡേർഡ് 8ലെ സാമൂഹ്യശാസ്ത്രം ഭാഗം 2 ഒരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഏത് ചാപ്റ്റർ ആണ് എന്നുള്ളത് മിസ് ഓൾറെഡി നിങ്ങൾക്ക് ടൈം ടേബിൾ ആയിട്ട് തന്നിട്ട് ചാപ്റ്റർ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ചാപ്റ്റർ ഏതാണെന്ന് വെച്ചാൽ കാർഷിക മേഖലയും നൂതന പ്രവണതകളും എന്ന ചാപ്റ്റർ ആണ് കേട്ടോ. ഈ ഒരു 12ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കാർഷിക മേഖലയും നൂതന പ്രവണതകളും. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കാർഷിക മേഖലയ്ക്കുള്ള പങ്ക് എത്രത്തോളം വലുതാണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ അത്തരത്തിൽ കാർഷിക മേഖലയെക്കുറിച്ചും കാർഷിക മേഖലയിലെ നൂതന പ്രവണതകളെക്കുറിച്ചും കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ, കാർഷികാധിഷ്ഠിത ചെറുകിട കുടിൽ വ്യവസായങ്ങൾ, അതുപോലെ കാർഷിക വിപണി, ഇവയെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ സ്കൂൾ വിദ്യാർത്ഥി നൽകിയിട്ടുള്ള ഒരു പ്രസംഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചിങ്ങം 1 കർഷക ദിനം, കുട്ടി കർഷകന് ആദരവ് എന്നിവിടെ ബോർഡ് തന്നിട്ടുണ്ട്. ഇതാണ് പ്രസംഗം. വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ കർഷകൻ ആണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. കൃഷി വകുപ്പ് സ്കൂളിൽ നടത്തിയ ക്ലാസ്സാണ് എനിക്ക് കൃഷി ചെയ്യാൻ പ്രചോദനമായത്. എൻ്റെ കൃഷിയിടത്തിൽ പഴങ്ങളും പച്ചക്കറികളുമുണ്ട്. സ്കൂളിൽ നിന്നെത്തി ചായ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃഷിയിടത്തിലേക്ക് ഇറങ്ങും. കൃഷിയിടം മുഴുവൻ ഞാനും അനുജത്തിയും ചേർന്ന് നനയ്ക്കും. പൂർണ്ണമായും ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. ആവശ്യമായ മണ്ണിര കമ്പോസ്റ്റ് മുഴുവൻ സ്വയം നിർമ്മിക്കുന്നു. വിദ്യാർത്ഥി ജീവിതത്തിനിടയിൽ കിട്ടുന്ന ഒഴിവു സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ എനിക്ക് കഴിയുന്നു. കൃഷി എനിക്ക് സന്തോഷവും സംതൃപ്തിയും ഒപ്പം വരുമാനവും പ്രദാനം ചെയ്യുന്നു. കൃഷിയുടെ പ്രാധാന്യവും ആവശ്യകതയും ഞാൻ മനസ്സിലാക്കുന്നു. ഇതാണ് പ്രസംഗത്തിന്റെ ഒരു ഭാഗം. കൃഷി വകുപ്പിന്റെ കുട്ടി കർഷകൻ അവാർഡ് ജേതാവായ നവീൻ ചിങ്ങം 1 കർഷക ദിനത്തിൽ സ്കൂളിന്റെ ആദരവ് ഏറ്റുവാങ്ങിയ ശേഷം നടത്തിയ മറുപടി പ്രസംഗമാണ് ഇവിടെ തന്നിട്ടുള്ളത്. കൃഷി ചെയ്യുന്നതിന്റെ ആവശ്യകതയെ പറ്റിയൊക്കെയാണ് ഇവിടെ സംസാരിച്ചിരുന്നത്. നമുക്ക് മനസ്സിലായി എന്തൊക്കെയാണ് കൃഷിയുടെ പ്രാധാന്യം. ഇവിടെ തന്നിട്ടുള്ളതുപോലെ പ്രധാനമായും ഭക്ഷണത്തിനാണ്. ഭക്ഷണത്തിനായി കാർഷിക ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത്. അപ്പോൾ കൃഷി നശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൃഷി ഇല്ലാതായാൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നത് ഭക്ഷണത്തിനായിട്ട് കൃഷി പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ ഇവിടെ കുട്ടി പറഞ്ഞതുപോലെ വരുമാനം, കർഷകർക്ക് വരുമാനം നേടാനുള്ള പ്രധാന മാർഗമാണ് കൃഷി എന്ന് പറയുന്നത്. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെ രാജ്യത്തിനും സാമ്പത്തിക നേട്ടം ഉണ്ടാവും എന്നതുകൊണ്ട് വരുമാനം ഒരു പ്രധാന ഘടകമാണ്. പിന്നീട് നമുക്ക് പറയാം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്നത്. അതായത് കൃഷിയും അതുപോലെ അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൃഷിയുടെ പ്രാധാന്യത്തിലൂടെ നമുക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറയാലോ. ഓക്കെ, പ്രധാനമായും നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു പോയിന്റാണ് പരിസ്ഥിതി സംരക്ഷണം എന്നത്. കൃഷിഭൂമി വനവൽക്കരണത്തിന് സഹായിക്കുകയും ജൈവ കൃഷി മണ്ണിൻ്റെയും ജലത്തിൻ്റെയും ഒക്കെ ഗുണമേന്മ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് പരിസ്ഥിതി സംരക്ഷണം ഉറപ്പുവെക്കാനുമായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൃഷിയുടെ ഒരു പ്രാധാന്യമായിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പോയിന്റ് ഒരെണ്ണം മനസ്സിലാക്കേണ്ടത് ചിങ്ങം 1 എന്താണ്? കർഷക ദിനമാണ്. കർഷക ദിനം ചിങ്ങം 1. അതുപോലെ നമ്മളിവിടെ പറഞ്ഞത് കൃഷിയുടെ പ്രാധാന്യം ഭക്ഷ്യാവശ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിലും വളർത്തുമൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുന്നതിലും
തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും വ്യാവസായിക മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കുന്നതിലും പ്രധാന പങ്ക് കാർഷിക മേഖല വഹിക്കുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. അടുത്തത്, സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള മേഖലകളിൽ ഒന്നാണ് കാർഷിക മേഖല. സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ മേഖലകളിലൊന്നാണ് കാർഷിക മേഖല. ഇന്ത്യയിലെ ഏറ്റവും വലിയ അസംഘടിത മേഖലയും ഇതുതന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അസംഘടിത മേഖലയും കാർഷിക മേഖലയാണ്. ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും വളർത്തുമൃഗങ്ങൾക്ക് ആവശ്യമായ കാലിത്തീറ്റയും പ്രദാനം ചെയ്യുന്നത് കൃഷിയാണ്. ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും വളർത്തുമൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാലിത്തീറ്റയും പ്രദാനം ചെയ്യുന്നത് കൃഷിയാണ്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിലും തൊഴിൽ നൽകുന്നതിനും കാർഷിക മേഖല മുഖ്യ പങ്ക് വഹിക്കുന്നു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിലും തൊഴിൽ നൽകുന്നതിനും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ തൊഴിൽ നൽകുന്നതിലും കാർഷിക മേഖല മുഖ്യ പങ്ക് വഹിക്കുന്നു. വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതും കാർഷിക മേഖലയാണ്. വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്തുകൊണ്ട് വ്യവസായങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിലും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അതീവ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. കൃഷിയുടെ ആവശ്യകത നമുക്ക് മനസ്സിലായി. സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പഴക്കമേറിയതും അതുപോലെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ളൊരു മേഖലയാണ് കൃഷി എന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അസംഘടിത മേഖലയും കൃഷി തന്നെയാണ്. അസംഘടിത മേഖലയാണ് കൃഷി എന്നത്. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനായി സഹായിക്കുന്നു. വളർത്തുമൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാലിത്തീറ്റ പ്രദാനം ചെയ്യുന്നു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നു. തൊഴിൽ നൽകുന്നതിന് സഹായകമാകുന്നു. വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളും കൃഷിയിലൂടെ പ്രദാനം ചെയ്യുന്നു. ഇത് കൂടാതെ നമ്മുടെ വ്യവസായങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്നത് കൂടാതെ നമ്മുടെ നിത്യജീവിതത്തിലും ധാരാളം കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രാധാന്യത്തോടെ തന്നെ നമ്മൾ ഉപയോഗിച്ച് വരുന്നു. ഓക്കെ, ഇവിടെ ഈ ഒരു ആക്ടിവിറ്റിയിൽ പറയുന്നത് നാം ദിവസവും ഉപയോഗിക്കുന്ന കാർഷിക വിഭവങ്ങളെ നിങ്ങളുടെ വീട്ടിലോ പ്രദേശത്തോ കൃഷി ചെയ്യുന്നവയെന്നും അല്ലാത്തവയെന്നും തരംതിരിച്ചെഴുതാൻ. വീട്ടിലോ പ്രാദേശികമായിട്ടോ കൃഷി ചെയ്യുന്നവ ഏതൊക്കെയാണ്? നമുക്കറിയാം, അരി പറയാൻ പറ്റും, അരി. അതുപോലെ പച്ചക്കറികൾ പറയാം, വാഴപ്പഴം പറയാം, മരച്ചീനി, തേങ്ങ, ഇവയെല്ലാം നമ്മുടെ പ്രദേശത്ത് പ്രാദേശികമായി കൃഷി ചെയ്യുന്നവയാണ്. ഇനി പ്രാദേശികമായി കൃഷി ചെയ്യാത്തവ, അരി പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതുപോലെ നമുക്ക് ഗോതമ്പ് പറയാനായിട്ട് പറ്റും. ഗോതമ്പ് പ്രാദേശികമായി കൃഷി ചെയ്യാത്തതാണ്. ആപ്പിൾ, ഓറഞ്ച് പോലെയുള്ള ഫ്രൂട്ട്സ്, അതുപോലെ ഉരുളക്കിഴങ്ങ് പോലെയുള്ള പച്ചക്കറികളൊന്നും പ്രാദേശികമായി കൃഷി ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ പോയിന്റ്സ് ആയതുകൊണ്ടാണ് എഴുതാത്തത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രധാനപ്പെട്ട പോയിന്റ്സ് എഴുതുന്നതായിരിക്കും കേട്ടോ. മാക്സിമം നമ്മൾ അങ്ങനെ ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാർഷിക വിഭവങ്ങളും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നവയല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ വിളകളോ വിള സംവിധാനങ്ങളോ അല്ല കൃഷിക്കായി ഉപയോഗിക്കുന്നത്. നമ്മൾ ഇന്ത്യയുടെ ഭൂപ്രകൃതിയും മറ്റ് സവിശേഷതകളൊക്കെ പഠിച്ച സമയത്ത് വിളകളും മറ്റ് ഡീറ്റെയിൽസൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യയിൽ പലയിടത്തും പല കാലാവസ്ഥയാണ്, പല ഭൂപ്രകൃതിയാണ്, പലതരം മണ്ണിനങ്ങളാണ്, ജലത്തിൻ്റെ ലഭ്യത, അതുപോലെ മണ്ണിൻ്റെ ഒരു ജൈവാംശം, ഫലഭൂയിഷ്ഠത, ഇവയെല്ലാം അടിസ്ഥാനപ്പെടുത്തി ഓരോ പ്രദേശത്തിനും ഓരോ തരം വിളകളാണ്. ആ വിളകൾക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും വേറെയാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ വിളകളോ വിള സംവിധാനങ്ങളോ അല്ല കൃഷിക്കായിട്ട് നാം ഉപയോഗിക്കുന്നത്. അപ്പം അതിന് കാരണം തിരിച്ചറിഞ്ഞല്ലോ. സ്ഥലകാല വ്യത്യാസമനുസരിച്ച് വ്യത്യസ്ത വിളകളും വിള സംവിധാനങ്ങളും തിരഞ്ഞെടുക്കുന്നതിന് കാരണങ്ങളുണ്ട്. ഇത് ഇവിടെ തന്നിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള വിളകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് വ്യത്യസ്ത ഇനം കൃഷികൾ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ വ്യത്യസ്ത ഇനം കൃഷി രീതികൾ അല്ലെങ്കിൽ വിളകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇനി നോക്കുന്നത്. വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും ഉപഘടകങ്ങളും തന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും എന്താ, പ്രകൃതിദത്ത ഘടകങ്ങളാണ് വിള സംവിധാനത്തെ സ്വാധീനിക്കുന്നത്. അതിനുദാഹരണമാണ് മണ്ണിൻ്റെ സ്വഭാവം. നല്ല മണ്ണിനമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫലം നമുക്ക് ലഭിക്കുന്നതായിരിക്കും.
അതുപോലെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് വ്യത്യാസം വരും, കാലാവസ്ഥ അനുസരിച്ച് വ്യത്യാസം വരും, ജലത്തിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ചും മാറ്റം വരും. ജലലഭ്യത കുറവുള്ള സ്ഥലങ്ങളിൽ ഇറിഗേഷൻ കൂടുതലായി കൊടുത്തു വേണം വിളകളെ സംരക്ഷിക്കുന്നതിനും മറ്റുമൊക്കെ. അപ്പോൾ ജലലഭ്യത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മണ്ണിന്റെ സ്വഭാവം, ഭൂപ്രകൃതി, കാലാവസ്ഥ, ജലലഭ്യതയൊക്കെ പ്രകൃതിദത്ത ഘടകങ്ങളാണ് വിള സംവിധാനത്തെ സ്വാധീനിക്കുന്നതിനായിട്ട്. അടുത്തത് സാമ്പത്തിക ഘടകങ്ങളാണ്. സാമ്പത്തികമായി നോക്കുമ്പോൾ കാർഷിക വിഭവങ്ങളുടെ വില ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കർഷകരുടെ വരുമാനം, കൈവശ കൃഷിഭൂമിയുടെ വിസ്തൃതി, അതിനനുസരിച്ചാണ് നമുക്ക് കൃഷിയും മറ്റു കാര്യങ്ങളും ചെയ്യാനായിട്ടും അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും ഒക്കെ അതിനൊക്കെ അനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ കർഷകരുടെ വരുമാനം പ്രധാനമാണ്. കൈവശമുള്ള ഭൂമിയുടെ വിസ്തൃതി, കൃഷിഭൂമിയുടെ വിസ്തൃതി, കാർഷിക വിഭവങ്ങളുടെ വില, ഇവയൊക്കെ ഉപഘടകങ്ങളായിട്ടും വരും. അടുത്തത് അടിസ്ഥാന സൗകര്യങ്ങളാണ്. അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് വരുമ്പോൾ ജലസേചനം, വൈദ്യുതി, ഗതാഗതം, വിപണി സൗകര്യം, വിത്തുകൾ, വളങ്ങൾ, കീടനാശിനികൾ എന്നിവയുടെ ലഭ്യത, ഇതൊക്കെ ജലസേചന സൗകര്യം, വൈദ്യുതി, ഗതാഗതം, വിപണിയുടെ സൗകര്യം, വിത്തുകൾ, വളങ്ങൾ, കീടനാശിനികൾ എന്നിവയുടെയൊക്കെ ലഭ്യത, ഇതൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളാണ്. ഇനി സാമൂഹിക ഘടകങ്ങളിലേക്ക് വരുമ്പോൾ ഭക്ഷണ രീതി ഒരു പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്. അപ്പോൾ അരി ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട ആവശ്യകത എന്താണ്? അരി പ്രധാനപ്പെട്ട ഭക്ഷണമായി നമുക്ക് മാറിയത് കൊണ്ടാണ് അല്ലെ. അപ്പോൾ ഭക്ഷണ രീതി ഒരു പ്രധാന പോയിന്റാണ്. വിദ്യാഭ്യാസം, കൃഷി ചെയ്യുന്ന തലമുറകളുടെ വ്യത്യാസം, സാമൂഹിക പരിസ്ഥിതി, ഇവയെല്ലാം സാമൂഹിക ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു. ഇനി സർക്കാർ നയങ്ങളിലേക്ക് വരുമ്പോൾ വിളകളുടെ കയറ്റുമതിയും ഇറക്കുമതിയും, നികുതി, വായ്പാ ലഭ്യത, സബ്സിഡി. ഇപ്പൊ അധികം സബ്സിഡി ലഭിക്കും എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അതിലേക്ക് തിരിയും അല്ലെ. അതുപോലെ തന്നെയാണ് വായ്പാ ലഭ്യത, നികുതി ഇനമൊക്കെ. നികുതി കൂടുതലാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത്തരത്തിലേക്ക് ചിന്തിക്കില്ല, മാറ്റി ചിന്തിക്കാനായിട്ടായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക. കറക്റ്റ് അല്ലേ? അപ്പൊ അതുപോലെയാണ് സർക്കാർ സംവിധാനങ്ങളുടെ ഒരു പ്രവർത്തനം വരുന്നത്. ഇനി ഇതിന്റെ മറ്റൊരു പോർഷനാണ് സാങ്കേതിക ഘടകങ്ങൾ എന്നത്. സാങ്കേതിക ഘടകത്തിലേക്ക് വരുമ്പോൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ശാസ്ത്രീയമായിട്ടുള്ള ജലസേചനം, ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. അതായത് സാധാരണ രീതിയിലുള്ള വിത്തിനങ്ങളെയൊക്കെ അപേക്ഷിച്ച് കൂടുതൽ വിളവ് നൽകാൻ കഴിയുന്നതും അതുപോലെ രോഗങ്ങളെയും അവയെ ആക്രമിക്കുന്ന കീടങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള പ്രത്യേകമായി വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങളാകുമ്പോൾ കൂടുതൽ റിസൾട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ശാസ്ത്രീയമായിട്ടുള്ള ജലസേചനം എന്ന് പറയുമ്പോൾ വിളകൾക്ക് ആവശ്യമായിട്ടുള്ള കറക്റ്റ് അളവിൽ ശരിയായിട്ടുള്ള സമയത്ത് ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ, അതായത് ജലം വെറുതെ നഷ്ടപ്പെടുത്താതെയൊക്കെയുള്ള രീതിയിൽ ഇറിഗേഷൻ നടത്താൻ പറ്റുകയാണെങ്കിൽ, ജലം നൽകുന്ന സമ്പ്രദായം ശാസ്ത്രീയമായി തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലേക്ക് വരുമ്പോൾ കൃഷിയിൽ നമ്മൾ ഡ്രോണുകൾ, സെൻസറുകളൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ ഡ്രോണുകൾ, സെൻസറുകൾ, അതുപോലെ ഓട്ടോമേഷൻ, കൃത്യമായിട്ടുള്ള കാലാവസ്ഥാ പ്രവചനം തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? കൃഷിയിൽ നഷ്ടം സംഭവിക്കാതിരിക്കുകയും കൃഷി കൂടുതൽ എളുപ്പവും ലാഭകരമാവുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും നമുക്ക് കൃഷിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പൊ ഇതാണ് വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളും അവയുടെ ഉപഘടകങ്ങളും എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണല്ലോ? ഓക്കെ. വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എല്ലാ പ്രദേശത്തും ഒരുപോലെയല്ല വിതരണം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത വിള സംവിധാനങ്ങൾ കൃഷിക്കായി തിരഞ്ഞെടുക്കുന്നത്. രാജ്യത്തിന്റെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിലും മറ്റ് ചില കാരണങ്ങളാലും ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലുള്ള വിള സംവിധാനങ്ങളായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. ഇനി ഇതെവിടെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ഉചിതമായവ എടുത്ത് ഡയഗ്രാം പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ പറഞ്ഞ പോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത വിള സംവിധാനങ്ങൾ കൃഷിക്കായി ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ തന്നതുപോലെ ശാസ്ത്രീയമായ ജലസേചനം, നികുതി, പ്രകൃതിദത്ത ഘടകങ്ങൾ, സാമ്പത്തിക ഘടകങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം എന്നിവ ഈ ഒരു ഫ്ലോ ചാർട്ടിൽ നൽകി പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. സാമൂഹിക ഘടകങ്ങളിൽ പ്രധാനമായും വരുന്നത് ഏതാണ്? സാമൂഹിക ഘടകങ്ങളിൽ വിദ്യാഭ്യാസമാണ് ഉൾപ്പെടുന്നത്. സാങ്കേതിക ഘടകങ്ങളിൽ വരുന്നതാണ്
ശാസ്ത്രീയമായിട്ടുള്ള ജലസേചനം, സാങ്കേതികമായിട്ടാണല്ലോ, ശാസ്ത്രീയമായിട്ടുള്ള ജലസേചനമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, വിദ്യാഭ്യാസം 1 എന്ന് നമ്പർ ചെയ്യാം. അപ്പോൾ ഇവിടെ എഴുതാട്ടോ 1 എന്ന രീതിയിൽ. ഓക്കെ, സാങ്കേതികമായിട്ടുള്ള ഘടകങ്ങളിൽ ശാസ്ത്രീയമായ ജലസേചനം വരുന്നു. അപ്പോൾ 2 എന്ന് മാർക്ക് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇനി സർക്കാർ നയങ്ങളിലേക്ക് വരുമ്പോൾ നികുതി എന്നത് സർക്കാർ നയമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് വെച്ച് പൂർത്തിയാക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. നികുതി സർക്കാർ നയങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. സർക്കാർ നയം നികുതിയാണ്. ഇനി താഴേക്ക് നോക്കുമ്പോൾ ഗതാഗതം എന്താണ്? ഗതാഗതം ഒരു അടിസ്ഥാന സൗകര്യമാണ്. അപ്പൊ ഗതാഗതം അടിസ്ഥാന സൗകര്യങ്ങളിലാണ് ഉൾപ്പെടുന്നത്. കർഷകരുടെ വരുമാനം എന്താണ്? സാമ്പത്തിക ഘടകങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. കർഷകരുടെ വരുമാനം സാമ്പത്തിക ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു. 5 എന്ന് മാർക്ക് ചെയ്തു. കാലാവസ്ഥ എന്താണ്? കാലാവസ്ഥ പ്രകൃതിദത്ത ഘടകങ്ങളാണ്. ഇത് ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലേ? മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതൊന്ന് നോക്കിയാൽ മതി. ജസ്റ്റ് നമ്മൾ ഈ ഒരു പോയിന്റ്സിനെ മനസ്സിലായി എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ആക്ടിവിറ്റി മാത്രമായിരുന്നു അത്. അപ്പം അത് കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് വിള സംവിധാനങ്ങൾ, ക്രോപ്പിംഗ് സിസ്റ്റംസ് നോക്കാം. ഒരു നിശ്ചിത കാലയളവിൽ ഒരു കൃഷിയിടത്തിൽ വിളകൾ കൃഷി ചെയ്യുന്ന ക്രമത്തെ വിള സംവിധാനം എന്ന് പറയുന്നു. എന്താണ് വിള സംവിധാനം? ക്രോപ്പിംഗ് സിസ്റ്റം എന്താണ്? ഒരു നിശ്ചിത കാലയളവിൽ ഒരു കൃഷിയിടത്തിൽ വിളകൾ കൃഷി ചെയ്യുന്ന ക്രമത്തിനെ നമ്മൾ വിള സംവിധാനം അല്ലെങ്കിൽ ക്രോപ്പിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നു. അതിൽ 3 തരമാണ് വിള സംവിധാനം വരുന്നത്. ഏകവിള കൃഷി, ബഹുവിള കൃഷി, റട്ടൂൺ കൃഷി. ഇപ്പോൾ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ഒന്നാമത് ഏകവിള കൃഷി, മോണോ ക്രോപ്പിംഗ് ആണ്. ഏകം 1, മോണോ 1 നമുക്ക് വാക്കുകൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഒരു കൃഷിയിടത്തിൽ ഒരു സമയത്ത് ഒരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് ഏകവിള കൃഷി. ഏകം എന്നാൽ 1 എന്നാണല്ലോ അർത്ഥം. ഓക്കെ, ഒരു കൃഷിയിടത്തിൽ ഒരു സമയത്ത് ഒരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഏകവിള കൃഷി എന്ന് പറയുന്നത്. പ്രധാനമായും കയറ്റുമതി ലക്ഷ്യമാക്കിയുള്ള വിള സംവിധാനമാണിത്. പ്രധാനമായിട്ടും കയറ്റുമതി ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു വിള സംവിധാനമാണ് ഏകവിള കൃഷി എന്ന് പറയുന്നത്. ഒരു വിള മാത്രമായതുകൊണ്ട് നടീൽ, പരിപാലനം, വിളവെടുപ്പ് എന്നിവ സുഗമമായ രീതിയിൽ നടത്താനായി സാധിക്കും. ഒരു വിള മാത്രമാണ് ഇവിടെ നടുന്നത് എന്നതുകൊണ്ട്, ഏകവിള ആയതുകൊണ്ട് നടീലും പരിപാലനവും വിളവെടുപ്പും ഒക്കെ സുഗമമായ രീതിയിലായിരിക്കും നടക്കുന്നത്. ഒരു വിളയെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ. കൃഷിയിടത്തിലെ ലാഭം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നത് ഇതിൻ്റെ പ്രധാന നേട്ടമാണ്. കൃഷിയിടത്തിലെ ലാഭം ഇവയെ മാത്രം ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി ഏകവിളകൾ കീടബാധ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ഉദാഹരണമാണ്, ഏകവിളയ്ക്ക് ഉദാഹരണമാണ് റബ്ബർ, തേയില, മരച്ചീനി ഇവയൊക്കെ. അപ്പോൾ ഏകവിള എന്താണ്? ഒരു കൃഷിയിടത്ത് ഒരു സമയത്ത് ഒരു വിള മാത്രം കൃഷി ചെയ്യുന്ന രീതിയാണ്. കയറ്റുമതിയാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഒരു വിള മാത്രമായിട്ട് കൃഷി ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ പരമമായിട്ടുള്ള ഒരു പരിപാലനവും വിളവെടുപ്പും നടീലും എല്ലാം സുഗമമായ രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ കൃഷിയിടത്തിലെ ലാഭം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഏകവിളകൾ കീടബാധ സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നതിന് കാരണമാകുന്നു എന്നൊരു പോയിന്റ് കൂടിയുണ്ട്. ഉദാഹരണം ഇവിടെ പറഞ്ഞതുപോലെ റബ്ബർ വരുന്നുണ്ട്, തേയില, മരച്ചീനി. അത് കൂടാതെ കാപ്പി നമുക്ക് പറയാം. കാപ്പി, അതുപോലെ ഗോതമ്പ്, നെല്ല്, ചോളം, വാഴ, കരിമ്പ് ഇതെല്ലാം ഏകവിള കൃഷിയാണ്. കാപ്പി, നെല്ല്, ഗോതമ്പ്, ചോളം, വാഴ, കരിമ്പ്, ഇവിടെ പറഞ്ഞതുപോലെ റബ്ബർ, തേയില, മരച്ചീനി ഇവയെല്ലാം ഏകവിള കൃഷിക്ക് ഉദാഹരണമാണ്. മോണോക്രോപ്പിങ്ങിന് ഉദാഹരണമാണ്. അടുത്തത് ബഹുവിള കൃഷി. ഇവിടെ പറഞ്ഞല്ലോ നമ്മൾ ഏകവിള കൃഷി കംപ്ലീറ്റ് ആയി. അടുത്തത് ബഹുവിള കൃഷിയാണ്. ഇനി നമുക്ക് റട്ടൂൺ കൃഷി മാത്രമേ ബാക്കിയുള്ളൂ. ഇതിൽ ബഹുവിള കൃഷിയിലേക്ക് വരുമ്പോൾ കൂടുതൽ വിളകളുണ്ട്. മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് അല്ലെങ്കിൽ പോളി ക്രോപ്പിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ബഹുവിള കൃഷിയിലേക്ക് വരുമ്പോൾ മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠതയെ ബാധിക്കാതെ ഒരു കൃഷിയിടത്തിൽ 2 അതിലധികമോ വിളകൾ കൃഷി ചെയ്യുന്ന വിള സംവിധാനമാണ് ബഹുവിള കൃഷി. നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് കൂടുതൽ 2 അതിലധികമോ വിളകൾ കൃഷി ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ബഹുവിള കൃഷി എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠതയെ ബാധിക്കാത്ത വിധത്തിലായിരിക്കണം കൃഷി ചെയ്യേണ്ടത്.
മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠതയെ ബാധിക്കാത്ത വിധത്തിൽ ഒരു കൃഷിയിടത്തിൽ രണ്ടോ അതിലധികമോ വിളകൾ കൃഷി ചെയ്യുന്നതിനെ ഒരു കൃഷിയിടത്തിൽ രണ്ടോ അതിലധികമോ വിളകൾ കൃഷി ചെയ്യുന്ന വിള സംവിധാനത്തെയാണ് നമ്മൾ ബഹുവിള കൃഷി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ്സ്, പോളി ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. കൃഷിയിടത്തിൽ നിന്നുള്ള മൊത്തം ഉൽപാദനവും അതിലൂടെ വരുമാനവും വർദ്ധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ നേട്ടം. കൃഷിയിടത്തിൽ നിന്ന് മൊത്തം ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതായിട്ടും പറയുന്നു, അതുപോലെ വരുമാനവും വർദ്ധിക്കുന്നു. മൾട്ടിപ്പിൾ നമ്പർ ഓഫ് വിളകളാണല്ലോ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്, അപ്പോൾ അത് വരുമാനം വർധനവിനും കാരണമാണ്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് പോലെ ബഹുവിള കൃഷി ഏതെല്ലാം തരത്തിലുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത് നമുക്ക് മിശ്രവിള, ഇടവിള കൃഷി, തുടർച്ചാ കൃഷി, റിലേ ക്രോപ്പിംഗ്, വിള പര്യയം, ബഹുനില കൃഷി, ഇവയെല്ലാം ബഹുവിള കൃഷിയുടെ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ രീതികളാണ്. ബഹുവിള കൃഷിയുടെ മറ്റ് തലങ്ങളാണ് ഇതൊക്കെ. മിശ്രവിള, ഇടവിള കൃഷി, തുടർച്ചാ കൃഷി, റിലേ ക്രോപ്പിംഗ്, വിള പര്യയം, ബഹുനില കൃഷി എന്നതൊക്കെ. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മിശ്രവിള മിക്സഡ് ക്രോപ്പിംഗ് ആണ്, മിശ്രമായിട്ടുള്ള വിളയാണ്. കൃഷിഭൂമിയിൽ ഒരേ സമയം രണ്ടോ അതിലധികമോ വിളകൾ നടീലിൻ്റെ അകലം പാലിക്കാതെ കൃഷി ചെയ്യുന്ന രീതിയാണ് മിശ്രവിള. മിശ്രമായിട്ട് മിക്സഡ് ആയിട്ടായിരിക്കും. കൃഷിഭൂമിയിൽ ഒരേ സമയം രണ്ടോ അതിലധികമോ വിളകൾ നടീലകലം പാലിക്കാതെ കൃഷി ചെയ്യുന്ന രീതിയാണ് മിശ്രവിള അല്ലെങ്കിൽ മിക്സഡ് ക്രോപ്പിംഗ്. വരണ്ട പ്രദേശങ്ങളിലാണ് ഈ കൃഷി രീതി കൂടുതലായി കണ്ടുവരുന്നത്. വരണ്ട പ്രദേശങ്ങളിലാണ് ഈ ഒരു രീതി, മിശ്രവിള രീതി കൂടുതലായി കണ്ടുവരുന്നത്. പ്രതികൂല കാലാവസ്ഥ മൂലം ഒരു വിളയുടെ വിളവ് മോശമായാലും മറ്റു വിളകളിൽ നിന്നും വിളവ് ലഭിക്കുമെന്നതാണ് ഇതിൻ്റെ നേട്ടം. കാലാവസ്ഥയോ മറ്റു സാഹചര്യങ്ങളോ കൊണ്ട് ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു വിളയ്ക്ക് എന്തെങ്കിലും മോശം സംഭവിച്ചാലും മറ്റു വിളയിൽ നിന്ന്, മിക്സഡ് ക്രോപ്പിംഗ് ആണല്ലോ, മറ്റു വിളകളിൽ നിന്ന് വിളവും ലഭിക്കും, മറ്റു കാര്യങ്ങളും നടക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണമായിട്ട് അല്ലെങ്കിൽ നേട്ടമായിട്ട് പറയുന്നത്. ഉദാഹരണത്തിന് മിശ്രവിളയായിട്ട് ചോളവും നിലക്കടലയും ഒക്കെ നടാറുണ്ട്. അതുപോലെ തെങ്ങ് നടുന്നതിനൊപ്പം തന്നെ തുവര നട്ട് കാണാറുണ്ട്. ഇതെല്ലാം മിശ്രവിള കൃഷിക്ക് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. ചോളം, നിലക്കടല, തെങ്ങ്, തുവരയൊക്കെ. അതായത് ഒരേ സമയം രണ്ടോ അതിലധികമോ വിളകൾ അടുത്തടുത്തായി തന്നെ അകലം പാലിക്കാതെ തന്നെ നടുന്നു. വരണ്ട പ്രദേശങ്ങളിലാണ് കൂടുതലും ഈ ഒരു കൃഷി രീതി കണ്ടുവരുന്നത്. നടീലിന്റെ അകലം പാലിക്കാതെ ഒരേ സമയം രണ്ടോ അതിലധികമോ വിളകൾ നടുന്നു. വരണ്ട പ്രദേശത്ത് കൂടുതൽ കൃഷി രീതി മിശ്രവിള കണ്ടുവരുന്നു. എന്തുകൊണ്ടും ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ ഒരു വിള അല്ലെങ്കിൽ മറ്റൊരു വിള നന്നായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായും മിശ്രവിള കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചോളം, നിലക്കടല എന്നിവ ഒന്നിച്ചു നടുന്നു. അതുപോലെ തന്നെ തെങ്ങ്, തുവര എന്നതും മിശ്രവിളയ്ക്ക് ഒരു ഉദാഹരണമായി പറയാവുന്നതാണ്. അടുത്തത് ഇടവിള കൃഷിയാണ്. ഇന്റർ ക്രോപ്പിംഗ്. ഇപ്പൊ മിശ്രവിള നമ്മൾ പറഞ്ഞു. അടുത്തത് ഇടവിള കൃഷിയാണ്, ഇന്റർ ക്രോപ്പിംഗ്. കൃത്യമായി വരികളിൽ നടുന്ന പ്രധാന വിളയുടെ 2 വരികൾക്കിടയിലുള്ള സ്ഥലത്ത് മറ്റൊരു വിള കൃഷി ചെയ്യുന്ന സംവിധാനമാണ് ഇടവിള കൃഷി എന്ന് പറയുന്നത്. ഇടയിൽ വിള നട്ട് വരുമാനം ഉണ്ടാക്കുന്നു എന്നുള്ള രീതി. കൃത്യമായിട്ട് വരികളിൽ, ഇപ്പോൾ തെങ്ങാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, തെങ്ങ്, വാഴ എന്നതാണ്. കൃത്യമായ ഇടവേളകളിൽ തെങ്ങ് നട്ട് വരുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റ് ഗ്യാപ്പിലായിട്ട്, ഇടയിലായിട്ട് വാഴ നട്ട് വരുന്നു എന്നുള്ളതാണ് ഇടവിള കൃഷിക്ക് ഒരു ഉദാഹരണമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ സാവധാനം വളരുന്ന പരുത്തിയുടെ ഇടവിളയായിട്ട് നിലക്കടല കൃഷി ചെയ്യുന്നു. തെങ്ങിന് ഇടവിളയായിട്ട് വാഴ കൃഷി ചെയ്യുന്നു. ഇവയൊക്കെ ഇടവിളയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ പിക്ചറിൽ നിന്ന് നമുക്ക് കാണാം. ഇത് വെച്ച് നമുക്ക് ഈ ഒരു ഇടവിള കൃഷി എന്താണെന്ന് നോക്കുമ്പോൾ, കൃത്യമായ വരികളിൽ നടുന്ന പ്രധാന വിളയുടെ 2 വരികൾക്കിടയിലുള്ള സ്ഥലത്ത് മറ്റൊരു വിള, അത്രയധികം പ്രാധാന്യം കൊടുക്കാത്ത രീതിയിൽ എന്നാൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വിള നടുകയും അവയിൽ നിന്ന് വരുമാനം ഉൽപ്പാദിപ്പിക്കാനാണല്ലോ നമ്മൾ ഇത്തരത്തിലുള്ള കൃഷി രീതികൾ ഉദ്ദേശിക്കുന്നത്. അപ്പം മറ്റൊരു വിള കൃഷി ചെയ്യുന്ന ഈ ഒരു സംവിധാനത്തെ നമ്മൾ ഇടവിള കൃഷി അല്ലെങ്കിൽ ഇന്റർ ക്രോപ്പിംഗ് എന്ന് പറയുന്നു. വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിലൂടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും. വിഭവങ്ങളുടെ കാര്യക്ഷമമായിട്ടുള്ള ഉപയോഗത്തിലൂടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയും. കളകളുടെയും കീടങ്ങളുടെയും നിയന്ത്രണത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു രീതിയാണ് ഇത്. കളകളെയും നമുക്ക് നിയന്ത്രിക്കാനായി സാധിക്കും,
കീടങ്ങളെയും നിയന്ത്രിച്ചു വെക്കാനായിട്ട് സഹായിക്കുന്ന രീതിയാണ് ഇടവിള കൃഷി എന്ന് പറയുന്നത്. ഉദാഹരണം നമ്മൾ കണ്ടല്ലോ, എന്താണ്? പരുത്തി, നിലക്കടല, തെങ്ങ്, വാഴ എന്നതാണ്. ഇടവിള കൃഷി എങ്ങനെയാണ്? പ്രധാന വിളയുടെ ഇടകളിൽ 2 വരികളിലായിട്ടുള്ളതിൻ്റെ ഇടയിലായിട്ട് മറ്റൊരു വിള കൃഷി ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇടവിള കൃഷി എന്ന് പറയുന്നത്. കാര്യക്ഷമമായി വിഭവങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒരു രീതിയാണ് ഇടവിള കൃഷി. കളകളെയും മറ്റ് കീടങ്ങളെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു രീതിയാണ് ഇടവിള കൃഷി. ഉദാഹരണം, പരുത്തിക്ക് ഇടയിൽ ഇടവിള കൃഷിയായി നിലക്കടല നടുന്നു, തെങ്ങിനിടവിളയായിട്ട് വാഴ കൃഷിയും ചെയ്യുന്നു എന്നതാണ്. അടുത്തത് തുടർച്ചാ കൃഷിയാണ്. തുടർച്ചാ കൃഷി അല്ലെങ്കിൽ സീക്വൻസ് ക്രോപ്പിംഗ്. വിളവെടുപ്പിന് ശേഷം കൃഷിയിടത്തിൽ അവശേഷിക്കുന്ന ഈർപ്പം, പോഷകങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിനായി വലിയ മുന്നൊരുക്കങ്ങളില്ലാതെ അതേ കൃഷിയിടത്തിൽ മറ്റൊരു ഹ്രസ്വവിള കൃഷി ചെയ്യുന്നതിനെ തുടർച്ചാ കൃഷി എന്ന് പറയുന്നു. കൃഷിയിടങ്ങൾ തരിശായി കിടക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ പ്രധാന നേട്ടമായിട്ട് പറയുന്നത്. ഒരു കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട്, ഒരു കൃഷി വിളയുടെ വിളവെടുപ്പ് കഴിഞ്ഞ് ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് അതേ കൃഷിയിടത്തിൽ അപ്പോൾ ബാക്കിയായി കുറച്ച് ഈർപ്പം ഉണ്ടാകും, അതിൻ്റെതായ പോഷകങ്ങളൊക്കെ ഉണ്ടാവും. അവശേഷിക്കുന്ന അത്തരത്തിലുള്ള ഈർപ്പം, പോഷകങ്ങൾ ഇവയൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിനായിട്ട് പ്രത്യേകിച്ചൊന്നും മറ്റൊന്നും ചെയ്യാത്ത വിധത്തിൽ ഒരു കൃഷിയിടത്തിൽ ചെറിയൊരു ഹ്രസ്വവിള കൃഷി ചെയ്യുന്നതിനെയാണ് തുടർച്ച. അപ്പോൾ മെയിൻ വിള കൃഷി ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം ഒരു ഹ്രസ്വവിള കൃഷി ചെയ്യുമ്പോൾ ഒരു തുടർച്ച എന്നോണമുള്ള കൃഷി രീതി ആയതുകൊണ്ട് ഇതിനെ തുടർച്ചാ കൃഷി എന്ന് പറയുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ഒരു മെയിൻ വിള കൃഷിക്ക് ശേഷം ആ ഒരു ഭൂമി തരിശായിട്ട് വെറുതെ കിടക്കുന്നില്ല എന്നുള്ളതാണ് തുടർച്ചാ കൃഷിയുടെ അല്ലെങ്കിൽ സീക്വൻസ് ക്രോപ്പിങ്ങിൻ്റെ ഒരു നേട്ടമായിട്ട് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് നെൽപ്പാടങ്ങളിലൊക്കെ പ്രധാന വിളയായിട്ട് നെൽകൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പയറൊക്കെ നടുന്നത് കണ്ടിട്ടില്ലേ? പയർ നടാറുണ്ട്, അതുപോലെ എള്ളൊക്കെ കൃഷി ചെയ്ത് കാണാറുണ്ട്. അപ്പം അതിനെ നമുക്ക് തുടർച്ചാ കൃഷിയുടെ ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. നെൽപ്പാടങ്ങളിൽ പ്രധാന വിളയായ നെല്ലിന് ശേഷം പയർ അല്ലെങ്കിൽ എള്ള് കൃഷി ചെയ്യുന്നു എന്നത് തുടർച്ചാ കൃഷിക്ക് ഉദാഹരണമാണ്. അടുത്തത് റിലേ ക്രോപ്പിംഗ്. റിലേ ക്രോപ്പിംഗ് എന്നത് ഒരു കൃഷിയിടത്തിൽ ആദ്യ കൃഷി വിളവെടുക്കുന്നതിന് മുമ്പായിട്ട് രണ്ടാമത്തെ കൃഷി ചെയ്തു തുടങ്ങുന്ന രീതിയാണ് റിലേ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു കൃഷിയിടത്തിൽ ആദ്യ കൃഷി വിളവെടുക്കുന്നതിന് മുൻപായി രണ്ടാമത്തെ വിള കൃഷി ചെയ്തു തുടങ്ങുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ കൃഷി വിളവെടുക്കുന്നത് ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ രണ്ടാമത്തെ വിള കൃഷി ചെയ്ത് തുടങ്ങും. ഇവിടെ എന്താ വ്യത്യാസം? വിളവെടുത്ത് കഴിഞ്ഞ ശേഷമാണ് രണ്ടാമത്തെ വിള ഹ്രസ്വകാല വിള കൃഷി ചെയ്യുന്നത്. ഇവിടെ റിലേ ക്രോപ്പിങ്ങിലേക്ക് വരുമ്പോൾ ആദ്യത്തെ കൃഷിയിടത്തിൽ ആദ്യത്തെ കൃഷി വിളവെടുക്കുന്നതിന് മുന്നേ തന്നെ രണ്ടാമത്തെ വിള കൃഷി ചെയ്ത് തുടങ്ങും. ഉദാഹരണത്തിന് വാഴ വിളവെടുക്കുന്നതിന് മുൻപായി തന്നെ പച്ചക്കറി വിളകൾ കൃഷി ചെയ്യുന്നു എന്നത് റിലേ ക്രോപ്പിങ്ങിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. വിള പരിക്രമം അല്ലെങ്കിൽ വിള പര്യയം, ക്രോപ്പ് റൊട്ടേഷൻ കൂടുതൽ പരിചിതമായിട്ടുള്ളൊരു രീതിയായിരിക്കും ഇത്. ഒരേ കൃഷിഭൂമിയിൽ ഓരോ വിളയ്ക്ക് ശേഷവും തുടർച്ചയായി വ്യത്യസ്ത സസ്യ കുടുംബത്തിൽപ്പെട്ട വിളകൾ കൃഷി ചെയ്യുന്നതിനെ വിള പരിക്രമം എന്നാണ് പറയുന്നത്. പര്യയം, റൊട്ടേഷൻ എന്ന രീതിയിൽ ഇത് മാറി റൊട്ടേറ്റ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ്. ഒരേ കൃഷിഭൂമിയിൽ ഓരോ വിള കൃഷി ചെയ്ത ശേഷം അടുത്ത വിളയായിട്ട് ഉപയോഗിക്കുന്നത് അടുത്ത സസ്യ കുടുംബത്തിൽപ്പെട്ട വിളയായിരിക്കും. മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന വിള പര്യയം അല്ലെങ്കിൽ വിള പരിക്രമണം. മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നു എന്നതാണ് വിള പരിക്രമണത്തിൻ്റെ പ്രധാനപ്പെട്ട നേട്ടം. മണ്ണിൻ്റെ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കളകൾ, കീടങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നതിനും അനുയോജ്യമായ രീതിയാണ് ഇത്. മണ്ണിൻ്റെ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുകയും അതുപോലെ കളകൾ ഉണ്ടാകുന്നില്ല, കീടങ്ങളെ നിയന്ത്രിക്കാനായും ഒക്കെ സഹായിക്കുന്ന രീതിയാണ് വിള പരിക്രമം. കണ്ടിന്യൂസ് ആയിട്ട് ഒരു സൈക്കിൾ പോലെ റൊട്ടേഷൻ എന്ന രീതിയിൽ നമ്മൾ വിള കൃഷി ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. വിവിധങ്ങളായിട്ടുള്ള സസ്യകുടുംബത്തിൽപ്പെട്ട വിളകളായതുകൊണ്ട് തന്നെ ഫലഭൂയിഷ്ഠത വർദ്ധിക്കുകയും ഉൽപാദന ശേഷി കൂടുകയും ചെയ്യുന്നുണ്ട്. കൃഷിയിടത്ത് വെറുതെ കിടക്കാത്തത് കൊണ്ട് തന്നെ കളകൾ ഉണ്ടാകുന്നില്ല. അപ്പം അത്തരത്തിൽ സസ്യങ്ങളെ നമ്മൾ സംരക്ഷിക്കുന്നതുകൊണ്ട് കീടങ്ങളെയും നിയന്ത്രിക്കാനായിട്ട് സാധിക്കുമെന്നത് ഈ ഒരു വിള പര്യയത്തിൻ്റെ ഒരു നേട്ടമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അതിന് ഉദാഹരണവും നമ്മൾ പറയുന്നത് നെല്ലിന് ശേഷം കൃഷി ചെയ്യുന്ന വയലുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. നെല്ലിൻ്റെ
ഒരു വിളവെടുപ്പ് കഴിഞ്ഞ ശേഷം പയർ കൃഷി വയലുകളിലൊക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വിളപര്യയത്തിനൊരു ഉദാഹരണമാണ്. അപ്പോൾ ഫലഭൂയിഷ്ഠത വർദ്ധിക്കുകയും ചെയ്യും, ഉൽപാദന ശേഷി വർദ്ധിക്കുകയും ചെയ്യും. ബഹുനില കൃഷി, മൾട്ടി സ്റ്റോർഡ് ക്രോപ്പിംഗ്, മൾട്ടി ടയേർഡ് ക്രോപ്പിംഗ് എന്നൊക്കെ പറയുന്ന ബഹുനില കൃഷിയാണ് അടുത്തത്. അതായത് വ്യത്യസ്ത ഉയരങ്ങളിൽ വളരുന്നതും വ്യത്യസ്ത ആഴത്തിൽ വേരോടെ വളരുന്നതും ആവശ്യമായ സൂര്യപ്രകാശത്തിന്റെ അളവ് വ്യത്യസ്തമായിരിക്കുന്ന വിളകൾ ഒരേ സമയം ഒരേ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നതിനെ ബഹുനില കൃഷി എന്ന് പറയുന്നു. എല്ലാം വ്യത്യസ്ത തരത്തിലുള്ളവ ഒന്നിച്ച് കൃഷി ചെയ്യപ്പെടുന്നു. ഒന്നുകൂടെ വ്യക്തമാക്കുകയാണെങ്കിൽ, ആ ഒരു പ്രദേശത്തെ മണ്ണ്, ജലം, സൂര്യപ്രകാശം ഇവയൊക്കെ കൂടുതൽ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ വ്യത്യസ്ത ഉയരത്തിൽ വളരുന്ന തരത്തിലുള്ള സസ്യങ്ങൾ, വിളകൾ, വ്യത്യസ്ത ആഴത്തിൽ ഇറങ്ങിപ്പോകുന്നവ, അതുപോലെ ആവശ്യത്തിന് സൂര്യപ്രകാശത്തിന്റെ അളവ് വ്യത്യസ്തമായിരിക്കുന്ന, ഓരോ സസ്യങ്ങൾക്കും ഓരോ തരത്തിലല്ലേ സൂര്യപ്രകാശത്തിന്റെ ലഭ്യത വേണ്ടത്. അപ്പോൾ അത്തരത്തിൽ വ്യത്യാസമുള്ള വിളകളെല്ലാം ഒരേ സമയത്ത് ഒരുപോലെ, ഇതിന് ഉദാഹരണമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് തെങ്ങ്, കുരുമുളക്, വാഴ എന്നിവയൊക്കെ ബഹുനില കൃഷിക്ക് ഉദാഹരണമാണ്. തെങ്ങ്, കുരുമുളക്, ഇഞ്ചി അല്ലെങ്കിൽ മഞ്ഞൾ ഇവയെല്ലാം തന്നെ ഒരേ കൃഷിയിടത്തിൽ ഒരേപോലെ കൃഷി ചെയ്യുമ്പോൾ തെങ്ങ് നല്ല ഉയരത്തിൽ പോവുകയും എന്നാൽ കുരുമുളക് തെങ്ങിനെ പറ്റി വളരുകയും ഇഞ്ചി, മഞ്ഞൾ എന്നിവ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആഴത്തിൽ വേരോടുന്നതായിട്ടുള്ള സസ്യങ്ങളുമാണ്. അപ്പോൾ ഇത്തരത്തിൽ പലതരത്തിലുള്ള ഇവയുടെയൊക്കെ ജലത്തിൻ്റെ ലഭ്യത, സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത, ഉയരങ്ങൾ, അതുപോലെ വ്യത്യസ്ത ആഴത്തിൽ വളരുന്നവ ആയിട്ട് ഇവയെല്ലാം വ്യത്യസ്തപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള സസ്യങ്ങളാണല്ലോ. ഇവയുടെയൊക്കെ ഒന്നിച്ചുള്ള കൃഷി രീതിയെ ബഹുനില കൃഷി എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള വിളകൾ ഒന്നിച്ച് നടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവ ആ ഒരു പ്രദേശത്തെ മണ്ണ്, ജലം, സൂര്യപ്രകാശം ഇവയൊക്കെ കൂടുതൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ്. ഇത്തരത്തിലാണ് ബഹുനില കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും പോയിന്റ്സ് പറഞ്ഞു കഴിഞ്ഞു. ബഹുനില കൃഷി വരെ മിശ്രവിള പറഞ്ഞു, ഇടവിള, തുടർച്ചാ കൃഷി, റിലേ ക്രോപ്പിംഗ്, വിള പര്യയം, ബഹുനില കൃഷി ഇവയെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് റട്ടൂൺ കൃഷിയാണ്. ഇവിടെ പറഞ്ഞ വിള സംവിധാനങ്ങളിൽ മൂന്നാമത്തെ റട്ടൂൺ കൃഷിയാണ് ഇനി പറയുന്നത്. റട്ടൂൺ ക്രോപ്പിംഗ് അല്ലെങ്കിൽ റട്ടൂൺ കൃഷി. വിളവെടുപ്പ് സമയത്ത് വിളയുടെ വേരോ താഴെ ഭാഗമോ മുറിക്കാതെ അവശേഷിപ്പിക്കുന്നു. വിളവെടുപ്പ് സമയത്ത് വിളയുടെ വേരോ അല്ലെങ്കിൽ താഴത്തെ ഭാഗമോ മുറിക്കാതെ അവശേഷിപ്പിക്കുന്നു. വിളവെടുപ്പിന് ശേഷം കൃഷി ചെയ്തിരുന്ന വിള വീണ്ടും വളർന്ന് വിളവ് തരുന്നു. വിളവെടുപ്പിന് ശേഷം ആ കൃഷി ചെയ്തിരുന്ന വിള വീണ്ടും വളർന്ന് വിളവ് തരുന്നു എന്നുള്ളതാണ് റട്ടൂൺ കൃഷിയുടെ ഒരു രീതി. ഒരു തവണ ചെയ്ത കൃഷിയിൽ നിന്നും വീണ്ടും വിളവ് ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ നേട്ടം. അതായത് ഇവിടെ കൃഷിയുടെ വേരോ അല്ലെങ്കിൽ താഴെ ഭാഗമോ നിലനിർത്തിക്കൊണ്ട് അതിൽ നിന്ന് വീണ്ടും വിളവ് ലഭിക്കുകയാണല്ലോ. അപ്പോൾ ഒരു തവണ ഈ കൃഷി രീതി ചെയ്യുകയും അതിൽ നിന്നും വീണ്ടും വിളവ് ലഭിക്കുന്നു എന്നത് ഒരു നേട്ടമായി കാണാവുന്നതുകൊണ്ട് റട്ടൂൺ കൃഷി ഇത്തരത്തിലാണ് ഉപയോഗിക്കുന്നത്. വിളവ് കുറയാനും രോഗബാധകൾ കൂടാനും സാധ്യതയുണ്ടെന്നാണ് ഈ ഒരു സംവിധാനത്തിൻ്റെ പോരായ്മയായിട്ട് പറയുന്നത്. ഒരേ കൃഷി തന്നെയല്ലേ രണ്ടാമതും അതേ കൃഷിയുടെ വേരോ അല്ലെങ്കിൽ താഴത്തെ ഭാഗമോ ഉപയോഗിച്ചുകൊണ്ടുള്ള രണ്ടാമത്തെ വിളവെടുപ്പ് സംഭവിക്കുമ്പോൾ അതിൻ്റെ വിളവ് കുറയുകയോ അതുപോലെ രോഗ കീടബാധകളൊക്കെ കൂടാനോ സാധ്യതയുണ്ട് എന്നുള്ളത് ഈ ഒരു റട്ടൂൺ കൃഷിക്ക് നെഗറ്റീവാണ് അല്ലെങ്കിൽ പോരായ്മയായിട്ടാണ് പറയുന്നത്. ഉദാഹരണം ചീര, കരിമ്പ് ഇവയൊക്കെ അത്തരത്തിലാണ് കൃഷി ചെയ്ത് വരുന്നത്. അപ്പോൾ എന്താണ് റട്ടൂൺ കൃഷി എന്ന് പറയുന്നത്? വിളവെടുത്ത സമയത്ത് വിളവെടുപ്പിന് ശേഷം വിളയുടെ വേരോ അല്ലെങ്കിൽ താഴത്തെ ഭാഗമോ സ്റ്റെമ്മോ മുറിക്കാതെ അവശേഷിപ്പിച്ചിട്ട് അവയിൽ നിന്ന് വീണ്ടും വിളവെടുക്കുന്ന ഒരു രീതിയാണ് റട്ടൂൺ കൃഷി. ഒരു തവണ ചെയ്ത കൃഷിയിൽ നിന്നും വീണ്ടും വിളവ് ലഭിക്കുന്നു എന്ന നേട്ടം കൊണ്ടാണ് ഈ ഒരു രീതി ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഉപയോഗിക്കുമ്പോൾ വിളവ് കുറയുകയും അതുപോലെ രോഗ കീടബാധകൾ കൂടാനും സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതൊരു പോരായ്മയായിട്ട് കണക്കാക്കുന്നു. ഉദാഹരണമാണ് ചീര, കരിമ്പ് എന്നിവയൊക്കെ. അപ്പോൾ നമ്മൾ വിള രീതികൾ കണ്ടു, ഏതൊക്കെ തരത്തിലാണ് കൃഷി വരുന്നത് എന്ന്. ഇനി കൃഷിയിലെ നൂതന പ്രവണതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാർഷിക മേഖലയിലെ നൂതന പ്രവണതകൾ. ആദ്യം നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു പത്രവാർത്തയാണ്. ഡ്രോൺ കർഷകനെത്തി, ഇനി പറന്ന് വിതയ്ക്കാം. പാലക്കാട്. ഇനി പറന്ന് വിതയ്ക്കാം. സംസ്ഥാനത്ത് ഡ്രോൺ സാങ്കേതിക വിദ്യയിലൂടെ വിത്തുവിതയ്ക്കൽ വിജയകരമായി നടത്തി.
സാധാരണ വിത്ത് വിതയ്ക്കാൻ എടുക്കുന്ന സമയത്തേക്കാൾ കുറഞ്ഞ സമയം മതിയെന്നതാണ് ഇതിന്റെ പ്രധാന നേട്ടം. കീടനാശിനി പ്രയോഗവും വളപ്രയോഗവും ഡ്രോൺ ഉപയോഗിച്ച് ഫലപ്രദമായി നടത്താം. ഇതാണ് പത്രവാർത്ത. നമുക്ക് മനസ്സിലാക്കാലോ, കാർഷിക മേഖലയിലെ ഒരു നൂതന രീതിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കൃഷി ചെയ്യുമ്പോൾ അത്തരത്തിൽ വേണ്ട വിളവ് നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള വിത്ത് വിതയ്ക്കുന്ന സംവിധാനം, അതുപോലെ കൃഷി നശിക്കാതിരിക്കാനുള്ള കീടനാശിനിയുടെ പ്രയോഗം, വളത്തിന്റെ പ്രയോഗം, ഇവയെല്ലാം നമ്മൾ ഡ്രോൺ ഉപയോഗിച്ച് ചെയ്യുന്നത് എത്രത്തോളം നൂതനമായിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അതാണ് നമുക്കിവിടെ പത്രവാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന ലോക ജനസംഖ്യ, കാലാവസ്ഥാ വ്യതിയാനം, സാങ്കേതിക വിദ്യയുടെ വളർച്ച എന്നിവയ്ക്കനുസരിച്ച് കാർഷിക പ്രവർത്തനങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. വർദ്ധിച്ചു വരുന്ന ലോക ജനസംഖ്യ, കാലാവസ്ഥാ വ്യതിയാനം, സാങ്കേതിക വിദ്യയുടെ വളർച്ച എന്നിവയ്ക്കനുസരിച്ച് കാർഷിക പ്രവർത്തനങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഇന്ത്യയിലെ കാർഷിക മേഖല സമൂല മാറ്റത്തിന് വിധേയമായിട്ടുണ്ട്. പരമ്പരാഗത കൃഷിരീതിയിൽ നിന്ന് പുത്തൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കൃഷിരീതിയിലേക്കുള്ള മാറ്റം ശ്രദ്ധേയമാണ്. പരമ്പരാഗത കൃഷിരീതിയിൽ നിന്ന് പുത്തൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള, ഡ്രോണെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള, ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതിയിലേക്ക് ഇപ്പോൾ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മാറ്റം ശ്രദ്ധേയമാണ്. സാങ്കേതിക വിദ്യ കൃഷിയുടെ വെല്ലുവിളികൾ ഏറ്റെടുക്കുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള നൂതന രീതികൾ അവലംബിക്കുകയും ചെയ്തിട്ടുണ്ട്. കൃഷിയുടെ വെല്ലുവിളികൾ സാങ്കേതിക വിദ്യ ഏറ്റെടുത്തു, അതോടൊപ്പം തന്നെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള നൂതന രീതികൾ അവലംബിക്കുകയും ചെയ്തു. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ കർഷകരെ സഹായിക്കുക എന്നതാണ് കാർഷിക മേഖലയിൽ സാങ്കേതിക വിദ്യയുടെ പ്രധാന ലക്ഷ്യം. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക, അതിനായി കർഷകരെ സഹായിക്കുക എന്നതാണ് കാർഷിക മേഖലയിൽ സാങ്കേതിക വിദ്യയുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കൃഷി രീതിയിൽ വന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലായി. ഏതെല്ലാം സാഹചര്യത്തിലാണ് അത്തരത്തിൽ കൃഷി രീതിയിൽ, കാർഷിക പ്രവർത്തനത്തിൽ മാറ്റം വന്നിട്ടുള്ളത് എന്ന് മനസ്സിലായി. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശാസ്ത്രീയമായ രീതികളെല്ലാം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നത് എന്നുള്ളതും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത്തരത്തിൽ കാർഷിക മേഖലയിലുണ്ടായ നൂതന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നൂതന പ്രവണതകളൊക്കെയാണ് ഇനി എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും പോളി ഹൗസ് ഫാമിംഗ്, മഴമറ കൃഷി എന്നിവയൊക്കെയാണ് നോക്കുമ്പോൾ. ഒന്നാമത്തേത് മഴമറ കൃഷി, റെയിൻ ഷെൽട്ടർ ഫാമിംഗ്. മഴമറ കൃഷി, റെയിൻ ഷെൽട്ടർ ഫാമിംഗ്. മഴമറ എന്നത് പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ട് മൂടിയ മേൽക്കൂരയാണ്. ഇത് കണ്ടോ, ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മഴമറ പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ട് മൂടിയ മേൽക്കൂരയാണ്. സുതാര്യമായ പോളിത്തീൻ ഷീറ്റുകൾ മേൽക്കൂരയ്ക്ക് ഉപയോഗിക്കുന്നതിലൂടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശം ലഭിക്കുമ്പോഴും അമിതമായ മഴയിൽ നിന്നും വിളകൾക്ക് സംരക്ഷണം ഉറപ്പാക്കാനായി സാധിക്കുന്നുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥയിലും വർഷം മുഴുവൻ ഉയർന്ന ഉൽപാദനം സാധ്യമാകുന്നതിന് മഴമറ കൃഷി അനുയോജ്യമാണ്. ഓരോ വീട്ടിലും മഴമറയുണ്ടെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാവുന്നതാണ് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്താണ് മഴമറ? പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ട് മൂടിയ മേൽക്കൂരയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. അതിലൂടെ എന്ത് സംഭവിക്കുന്നു? സൂര്യപ്രകാശം ലഭിക്കുകയും മഴയിൽ നിന്നൊരു ആശ്വാസം, അമിതമായ മഴ ലഭിക്കാതെ വിളകൾക്ക് സംരക്ഷണം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികൂല കാലാവസ്ഥയിലും വർഷം മുഴുവൻ കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിലും ഓരോ വീടുകളിലും ഇത്തരത്തിൽ മഴമറയുണ്ടെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഏത് കാലാവസ്ഥയിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കുമെന്നത് മഴമറയുടെ അല്ലെങ്കിൽ റെയിൻ ഷെൽട്ടർ ഫാമിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ് അല്ലെങ്കിൽ നേട്ടമായിട്ട് കരുതാവുന്നതാണ്. അടുത്തത് പോളി ഹൗസ് ഫാമിംഗ് ആണ്. പോളി ഹൗസ് ഫാമിംഗ് ഇത് ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് പോളി ഹൗസ് ഫാമിംഗ് എന്നത്. ചൂട്, മഴ, തണുപ്പ്, വെയിൽ എന്നിവയിൽ നിന്നൊക്കെ ചെടിയെ സംരക്ഷിച്ച് വളർച്ചയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷം കൃത്രിമമായി സൃഷ്ടിക്കുന്ന രീതിയാണ് പോളി ഹൗസ് ഫാമിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്നത്. ചൂട്, മഴ, തണുപ്പ്, വെയിൽ എന്നിവയിൽ നിന്നൊക്കെ ചെടിയെ സംരക്ഷിച്ച് വളർച്ചയ്ക്ക് അനുയോജ്യമായിട്ടുള്ള അന്തരീക്ഷം കൃത്രിമമായി സൃഷ്ടിക്കുന്ന രീതിയാണ് പോളി ഹൗസ് ഫാമിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്നത്. ഇവയെല്ലാം തന്നെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അവയെ
സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള സാഹചര്യം ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ തയ്യാറാക്കുന്നു. പോളിത്തീൻ ഷീറ്റുകൾ ഉപയോഗിച്ച് മുഴുവനും മറച്ച പോളി ഹൗസുകളിൽ കൃഷി ചെയ്യുന്ന രീതിയാണ് ഇത്. ഇത്തരത്തിൽ പോളിത്തീൻ ഷീറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് മുഴുവനും മറച്ച് ഫുള്ളി കവേർഡ് ആയിട്ട് അതിനകത്താണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഇത്തരത്തിൽ സംരക്ഷിച്ച് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കൃത്യത കൃഷി, പ്രിസിഷൻ ഫാമിംഗ്. ഓരോ വിളയ്ക്കും ആവശ്യമായിട്ടുള്ള ജലവും പോഷക ഘടകങ്ങളും വിള സംരക്ഷണ വസ്തുക്കളും കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ മാത്രം നൽകി അത്യുൽപാദനം സാധ്യമാക്കുന്ന സാങ്കേതിക രീതിയാണ് കൃത്യത കൃഷി എന്ന് പറയുന്നത്. ഓരോ വിളയ്ക്കും ആവശ്യമായിട്ടുള്ള ജലം, പോഷക ഘടകങ്ങൾ, വിള സംരക്ഷണ വസ്തുക്കൾ കൃത്യമായിട്ടുള്ള സമയത്ത് എല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ കൃത്യമായ അളവിൽ മാത്രം നൽകിക്കൊണ്ട് അത്യുൽപാദനം സാധ്യമാക്കുന്ന സാങ്കേതിക രീതിയാണ് കൃത്യത കൃഷി അല്ലെങ്കിൽ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. മഴമറകളിലും തുറസായ സ്ഥലങ്ങളിലും ഈ രീതി പ്രാവർത്തികമാക്കാനായി സാധിക്കുമെന്ന് പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ മഴമറയിലും ഇത്തരത്തിലുള്ള കൃത്യത കൃഷി ഉപയോഗിക്കാവുന്നതാണ്. ജലത്തിൻ്റെയും പോഷക ഘടകങ്ങളുടെയും കൃത്യമായ ഉപയോഗം, യന്ത്രങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം, കൃഷിഭൂമിയുടെ മെച്ചപ്പെട്ട പരിപാലനം എന്നിവയാണ് ഈ കൃഷി രീതിയുടെ മേന്മകൾ. ഈ ഒരു കൃത്യത കൃഷിയുടെ പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ പ്രധാനപ്പെട്ട മേന്മകളായിട്ട് പറയുന്നത് ജലത്തിൻ്റെയും മറ്റു പോഷക ഘടകങ്ങളുടെയൊക്കെ കൃത്യമായ ഉപയോഗം സാധ്യമാകും, യന്ത്രങ്ങളുടെ കാര്യക്ഷമമായിട്ടുള്ള ഉപയോഗം സാധ്യമാകും, അതുപോലെ തന്നെ കൃഷിഭൂമിയുടെ മെച്ചപ്പെട്ട പരിപാലനവും സാധ്യമാകും എന്നതൊക്കെയാണ് ഈ ഒരു കൃത്യത കൃഷി രീതിയുടെ മേന്മകൾ. സൂക്ഷ്മ ജലസേചനം, അതായത് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ജലം തുള്ളികളായിട്ടോ അല്ലെങ്കിൽ നേർത്ത ധാരയായിട്ടോ നൽകുന്ന രീതിയാണ് സൂക്ഷ്മ ജലസേചനം എന്ന് പറയുന്നത്. ജലം അധികം രീതിയിൽ കളയാത്ത രീതി, നഷ്ടപ്പെടുത്താത്ത രീതിയിലുള്ള കൃഷി രീതിയിൽ ഉപയോഗിക്കുന്നതാണ് സൂക്ഷ്മ ജലസേചനം. അതുപോലെ വളസേചനം, സംയോജിത കീടരോഗ നിയന്ത്രണം എന്നിവയാണ് കൃത്യത കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ജലം തുള്ളികളായി ഉപയോഗിക്കുന്ന സൂക്ഷ്മ ജലസേചനം, നേർത്ത ധാരയായിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ് വളസേചനം, സംയോജിത കീടരോഗ നിയന്ത്രണം ഇവയൊക്കെ കൃത്യത കൃഷി രീതിയിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, ഇനി വളസേചനം എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ കണ്ടു. എന്താണ് വളസേചനം? ജലത്തിൽ ലയിക്കുന്ന വളങ്ങൾ ജലസേചനത്തിലൂടെ നൽകുന്ന രീതിയെ നമ്മൾ വളസേചനം എന്നാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞ ഈ ഒരു വളസേചനം എന്താണ്? ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നു. ജലത്തിൽ ലയിക്കുന്ന തരം വളങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പം അത്തരത്തിലുള്ള വളങ്ങൾ ഡയറക്റ്റ് ആയി നൽകാതെ ജലസേചനത്തിലൂടെ നൽകുന്ന രീതിയെ നമ്മൾ വളസേചനം എന്നാണ് പറയുന്നത്. ഈ ഒരു കൃത്യത കൃഷി രീതി മനസ്സിലായല്ലോ. അടുത്തതാണ് ഡിജിറ്റൽ കൃഷി എന്നത്. ഡിജിറ്റൽ ഫാമിംഗ്. വൈവിധ്യമാർന്ന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള കൃഷി രീതിയാണ് ഈ ഒരു ഡിജിറ്റൽ കൃഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിഗ് ഡാറ്റ വിശകലന ഉപകരണങ്ങൾ, നിർമ്മിത ബുദ്ധി, മെഷീൻ ലേണിംഗ്, മൊബൈൽ ഫോണുകൾ ഇവ പോലെയുള്ള ഡിജിറ്റൽ ആശയവിനിമയ സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, റോബോട്ടിക്സ്, കാർഷിക ഉപദേശക ആപ്പുകൾ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഡിജിറ്റൽ കൃഷിയിൽ ഉപയോഗപ്പെടുത്തുന്നു. ഇതാണ് ഡിജിറ്റൽ കൃഷി എന്നത്. ബിഗ് ഡാറ്റ വിശകലന ഉപകരണങ്ങളുണ്ട്, നിർമ്മിത ബുദ്ധി, മെഷീൻ ലേണിംഗ്, മൊബൈൽ ഫോണുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ്. ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആശയവിനിമയ സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, റോബോട്ടിക്സ്, കാർഷിക ഉപദേശക ആപ്പുകൾ തുടങ്ങിയ സാങ്കേതിക വിദ്യകളാണ് ഈ ഒരു ഡിജിറ്റൽ കൃഷിയിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന പോലെ കണ്ടോ, അഗ്രി ബോട്ട്, ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയാണ് കൃഷി രീതിയാണ് ഡിജിറ്റൽ കൃഷി എന്ന് പറയുന്നത്. അടുത്തത് ലംബ കൃഷി. നഗരവൽക്കരണത്തിൻ്റെയും കൃഷിഭൂമിയുടെ കുറവിൻ്റെയും ഫലമായി നഗരങ്ങളിൽ ഭക്ഷ്യോൽപാദനത്തിനുള്ള പ്രായോഗിക മാർഗമായി ലംബ കൃഷിയെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? കൃഷിഭൂമിയുടെ അളവ് കുറയും, കൃഷിഭൂമിയുടെ വിസ്തൃതി കുറവായിരിക്കും. അപ്പൊ അത്തരത്തിൽ ഉള്ള ഭൂമിയിൽ ഫലപ്രദമായി കൃഷി ചെയ്യുക, ഉള്ള ഭൂമിയിൽ കൃഷി ചെയ്ത് ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൃഷിഭൂമിയുടെ കുറവിൻ്റെ ഭാഗമായി നഗരങ്ങളിൽ ഭക്ഷ്യോൽപാദനത്തിനുള്ള പ്രായോഗിക മാർഗമായിട്ട് ലംബ കൃഷിയാണ് ഉപയോഗിക്കുന്നത്.
ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിലോ കെട്ടിടങ്ങളിലോ വിളകൾ വളർത്തുന്നതിനെയാണ് ഈ ഒരു ലംബ കൃഷി എന്ന് പറയുന്നത്. ലംബമായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന പാളികളോ അല്ലെങ്കിൽ കെട്ടിടങ്ങളിലോ ആയിട്ട് കൃഷി ചെയ്യുന്ന രീതിയെ ലംബ കൃഷി എന്ന് പറയുന്നു. ഹൈഡ്രോപോണിക്സ് ജലം ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിയാണ്. എയ്റോപോണിക്സ്, അക്വാപോണിക്സ് സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറഞ്ഞ ജല ഉപയോഗത്തിലൂടെ വർഷം മുഴുവൻ ഭക്ഷ്യോൽപാദനം സാധ്യമാകുന്നു എന്നതാണ് ലംബ കൃഷിയുടെ ഒരു പ്രത്യേകത. ഈ വെർട്ടിക്കൽ ഫാമിംഗ് അല്ലെങ്കിൽ ലംബ കൃഷിയിൽ ഉപയോഗിക്കുന്നത് ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്, അക്വാപോണിക്സ് എന്നീ തരത്തിലുള്ള സാങ്കേതിക വിദ്യകളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ലംബ കൃഷി. സ്ഥലം കുറവുള്ള ഇടങ്ങളിൽ ലംബമായി കൃഷി ചെയ്യുന്നത്, ലംബമായി അടുക്കി വെച്ചിരിക്കുന്ന പാളികളിലോ കെട്ടിടങ്ങളിലോ വിളകൾ ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്, അക്വാപോണിക്സ് പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി കുറഞ്ഞ ജലത്തിന്റെ ഉപയോഗത്തിലൂടെ ഒരു വർഷം മുഴുവനും ഉൽപ്പാദിപ്പിക്കാൻ, കാർഷിക ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നവയെ ലംബ കൃഷി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ലംബ കൃഷി. ഇനി നോക്കാനുള്ളതാണ് ജൈവ കൃഷി. ജൈവ കൃഷി അല്ലെങ്കിൽ ഓർഗാനിക് ഫാമിംഗ്. ജൈവ കീടനാശിനികൾ, കമ്പോസ്റ്റ്, പച്ചില വളങ്ങൾ, ഇടവിള കൃഷി, യന്ത്രങ്ങൾ തുടങ്ങിയവയെ ആശ്രയിക്കുന്നതും രാസവളങ്ങളും കൃത്രിമ രാസ കീടനാശിനികളും തീർത്തും ഒഴിവാക്കിയുള്ളതുമായിട്ടുള്ള കൃഷി രീതിയാണ് ജൈവ കൃഷി, ഓർഗാനിക് ഫാമിംഗ്. അതിൽ ജൈവ കീടനാശിനികളും കമ്പോസ്റ്റ്, പച്ചില വളങ്ങൾ, ഇടവിള കൃഷി എന്നിവയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നും തീർത്തും ഒഴിവാക്കിയിട്ടുള്ളത് രാസവളങ്ങൾ ഒട്ടും തന്നെ ഉപയോഗിക്കുന്നില്ല. അതുപോലെ കൃത്രിമ രാസ കീടനാശിനികളും ഉപയോഗിക്കുന്നില്ല. ഇവ തീർത്തും ഒഴിവാക്കിയിട്ടുള്ള രീതിയാണ്. ചെടി വളർച്ചാ നിയന്ത്രണ വസ്തുക്കൾ, ജൈവമാറ്റം വരുത്തിയ വിത്തുകൾ എന്നിവ ഈ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. ചെടി വളർച്ചാ നിയന്ത്രണ വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല, ജൈവമാറ്റം വരുത്തിയ വിത്തുകൾ ഉപയോഗിക്കുന്നില്ല. ഇത്തരത്തിലുള്ള കൃഷിരീതിയാണ് ജൈവ കൃഷി. തീർത്തും ജൈവമായിട്ടുള്ള കൃഷിരീതിയാണ് ഓർഗാനിക് ഫാമിംഗ്. നമുക്ക് കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കൃഷിരീതിയാണ് ഈ ജൈവ കൃഷി എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് തന്നിട്ടുള്ളത് കാലാവസ്ഥ സ്മാർട്ട് അഗ്രികൾച്ചർ, CSA എന്നതാണ്. ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ ആണ് CSA. എന്താണ് കാലാവസ്ഥ സ്മാർട്ട് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്? കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ കർഷകരെ സഹായിക്കുന്നതിനുള്ള ഒരു സമീപനമാണ് ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ ഉൽപാദനക്ഷമതയും വരുമാനവും വർദ്ധിപ്പിക്കുക, കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് പൊരുത്തപ്പെടുക, ഹരിതഗൃഹവാതകങ്ങളുടെ ഉദ്വമനം എന്നിവയൊക്കെ, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കുക എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. കാലാവസ്ഥ സ്മാർട്ട് അഗ്രികൾച്ചർ അല്ലെങ്കിൽ CSA ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ എന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിനായിട്ട് കർഷകരെ സഹായിക്കുന്നതിനുള്ള ഒരു സമീപനമാണ്. ഉൽപാദനക്ഷമതയും വരുമാനവും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കാനായിട്ടും അതിലൂടെ കൂടുതൽ വരുമാനം ഉണ്ടാക്കാനായിട്ടും ഈ ഒരു സംവിധാനം ഉപയോഗിച്ച് സാധിക്കും. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് പൊരുത്തപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും. ഹരിതഗൃഹ വാതകങ്ങളുടെ എമിഷൻ ഉദ്വമനം കുറയ്ക്കാനായിട്ടും സാധിക്കും. ഇത്തരത്തിൽ കൃഷിയെ കൂടുതൽ സ്മാർട്ടായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത നമുക്ക് കണ്ടെത്തി തരുന്ന ഒരു സംവിധാനമാണ് CSA ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംവിധാനം മനസ്സിലാക്കിയിരിക്കുക. അടുത്തത് കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികളാണ്. എന്തൊക്കെ വെല്ലുവിളികളാണ് കാർഷിക മേഖല നേരിടുന്നത്? കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികളെ മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള കുറച്ച് ന്യൂസ് പേപ്പർ കട്ടിങ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒന്നാമത് നമുക്ക് കാണാൻ പറ്റും, കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങളും കാർഷിക മേഖലയെ ബാധിക്കുന്നു എന്നത്. രണ്ടാമത്, നെല്ലിന് താങ്ങുവില പ്രഖ്യാപിച്ചിട്ടില്ല, കർഷകർക്കിത് പരീക്ഷണകാലം. കാർഷിക മേഖല പ്രതിസന്ധിയിൽ വായ്പാ തിരിച്ചടവ് മുടങ്ങുന്നു. ശാസ്ത്രീയ ജലസേചനം കാർഷിക മേഖലയ്ക്ക് അനിവാര്യം. അപ്പം ഇത്തരത്തിൽ ന്യൂസ് പേപ്പർ കട്ടിങ്ങുകളിൽ നിന്നും നമുക്ക് മനസ്സിലാവും ഏതൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളാണ് കാർഷിക മേഖല നേരിടുന്നത് എന്നത്. വെല്ലുവിളികളിലേക്ക് വരുമ്പോൾ, രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുന്ന ചെറുകിട കർഷകരിൽ ഭൂരിഭാഗവും രാസവളങ്ങളുടെ ഉയർന്ന വില താങ്ങാൻ കഴിയാത്തവരാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനാവാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. മൂലധനത്തിന്റെ അഭാവം, വർദ്ധിച്ച ഉൽപാദന ചെലവ് എന്നിവ കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്നു. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത അനുദിനം കുറഞ്ഞു വരുന്നതും
വിത്തിനും ജലസേചനത്തിനും വേണ്ടി വരുന്ന വലിയ ചെലവും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഒന്നാമത് രാസവളത്തിനും കീടനാശിനികളും ഒക്കെ ഉപയോഗിക്കുന്ന ചെറുകിട കർഷകരിൽ അവർക്ക് രാസവളങ്ങളുടെ ഉയർന്ന വില താങ്ങാനായി സാധിക്കാതെ വരുന്നത് വലിയൊരു പ്രശ്നമാണ്. അതുപോലെ ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾക്ക്, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അവ വിറ്റഴിക്കാൻ സാധ്യമായിട്ടുള്ള രീതിയിൽ ഒരു വിപണി ലഭ്യമാകുന്നില്ല എന്നതൊരു പ്രശ്നമാണ്. ഇവ ഉൽപ്പാദിപ്പിക്കുന്നതിനും ഇവയുടെ ചെലവിനൊക്കെ ആവശ്യമായിട്ടുള്ള മൂലധനത്തിന്റെ അഭാവം ഒരു പ്രധാന പ്രശ്നമാണ്. അതുപോലെ ഉൽപാദന ചെലവ് അനുദിനം വർദ്ധിക്കുകയാണ്. ഇതൊക്കെ കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇത് കൂടാതെ ഈ ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള മണ്ണിന്റെ ഫലഭൂയിഷ്ഠത ദിനം പ്രതി കീടനാശിനികളും മറ്റും ഉപയോഗിച്ച് പല കാരണങ്ങൾ കൊണ്ടും നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കുറഞ്ഞു വരികയാണ്. ഫലഭൂയിഷ്ഠത കുറയുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് വരുമാനം വർധനവ്, ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണമൊക്കെ കുറയും, അളവ് കുറയും. അത്തരത്തിൽ കുറഞ്ഞു വരുന്നത് ഒരു പ്രശ്നമാണ്. വിത്തിനും ജലസേചനത്തിനും ഒക്കെയായി അമിതമായ രീതിയിൽ ചെലവ് വരുന്നു എന്നതും വലിയ രീതിയിലുള്ള ഒരു പ്രതിബന്ധം തന്നെയാണ് കൃഷിയിലേക്ക് നിൽക്കുന്നതിന്. അപ്പോൾ ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കാർഷിക മേഖല എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് എന്നാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. വിള പരിവർത്തനത്തെ അവഗണിക്കുന്നു എന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് വിള പരാജയം അല്ലെങ്കിൽ വിള നാശം സംഭവിക്കുന്നു, കാർഷിക കടമുണ്ടാകുന്നു, കാർഷിക ഗവേഷണത്തിലെ അപര്യാപ്തത സംഭവിക്കുന്നു, അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത കുറവ് സംഭവിക്കുന്നു, വായ്പാ ലഭ്യതയും തിരിച്ചടവും വലിയൊരു പ്രശ്നമാണ്, കാർഷിക ഉൽപ്പന്നങ്ങളുടെ കുറഞ്ഞ വില, യന്ത്രവൽക്കരണത്തിന്റെ അപര്യാപ്തത, കാലാവസ്ഥാ വ്യതിയാനം, ഇവയെല്ലാം തന്നെ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇത്തരത്തിൽ കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികൾ ഇവിടെ തന്നിട്ടുള്ളത് ഇത് മാത്രമല്ല, ഒരുപാടുണ്ട്. ഇത്തരത്തിലുള്ള കാർഷിക മേഖല നേരിടുന്ന അല്ലെങ്കിൽ മുന്നിൽ കാണുന്ന പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കാം, അവയെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇവയെ നേരിടുന്ന വെല്ലുവിളികൾക്കുള്ള ഒരു മറുപടി എന്താണ് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നതിനായിട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നിരവധി പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. ഇത്തരത്തിൽ കർഷകർ നേരിടുന്ന വെല്ലുവിളികളെയൊക്കെ അഭിമുഖീകരിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും അവയെ മറികടക്കുന്നതിനുമായിട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നിരവധി പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങളും കൃഷിയിലേക്കെന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ കണ്ടോ, ഞങ്ങളും കൃഷിയിലേക്ക്, ഇത്തരത്തിലുള്ളൊരു പദ്ധതി ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി വീട്ടിലും വിദ്യാലയത്തിലും കൃഷി നടപ്പിലാക്കുന്നതിനും കൃഷി ഒരു സംസ്കാരമായി വളർത്തിയെടുക്കുന്നതിനും വേണ്ടി കേരള സർക്കാരിൻ്റെ ഒരു പ്രതിജ്ഞയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് നമുക്കൊന്ന് ചൊല്ലാം. കൃഷി ഒരു സംസ്കാരമാണ്, അതിനേക്കാളുപരി കൃഷി എന്നത് ജീവിതമാണെന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. ആദ്യം മനസ്സിലും തുടർന്ന് മണ്ണിലും കൃഷി എത്തിക്കുകയും അതൊരു കേരള ചാരുതയായി മാറ്റുകയും ചെയ്യുന്ന ഞങ്ങളും കൃഷിയിലേക്ക് എന്ന സംരംഭത്തിന് ജീവൻ പകർന്ന് നല്ല വിത്ത് നല്ല മണ്ണിലെത്തിച്ച് ജീവജലം പകർന്ന് മറ്റുള്ള പരിചരണം നൽകി നല്ല വിളയുണ്ടാകുവാൻ എപ്പോഴും ഒപ്പമുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയെ ഓരോ വീടിൻ്റെയും ഓരോ നാടിൻ്റെയും പദ്ധതിയാക്കി മാറ്റാൻ ഞങ്ങൾ കൈമെയ് മറന്നിറങ്ങുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ, ഇതാണ് ഈ ഒരു പദ്ധതി പ്രകാരമുള്ള ഞങ്ങളും കൃഷിയിലേക്ക് എന്ന കേരള സർക്കാർ കൃഷി വകുപ്പിൻ്റെ ഈ ഒരു പദ്ധതി പ്രകാരമുള്ള പ്രതിജ്ഞ. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം കൃഷി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത്. അടുത്തത് കാർഷികാധിഷ്ഠിത ചെറുകിട കുടിൽ വ്യവസായങ്ങൾ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ ചെറുകിട കുടിൽ വ്യവസായങ്ങളാണ് ഇതൊക്കെ. പപ്പട നിർമ്മാണം, പലതരത്തിലുള്ള മസാലപ്പൊടികളുടെയൊക്കെ നിർമ്മാണം, അതുപോലെ അച്ചാറുകളുടെ നിർമ്മാണം, സ്ക്വാഷ് ജ്യൂസ് പോലെയുള്ള ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ ഒരു പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ അസംസ്കൃത വസ്തുക്കളെല്ലാം തന്നെ കാർഷിക വിളകളാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെയുള്ള പ്രശ്ന പരിഹാരമാണ് കാർഷികാധിഷ്ഠിത ചെറുകിട കുടിൽ വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെയുള്ള ഒരു പരിഹാരമാണ് കുടിൽ വ്യവസായങ്ങൾ, കാർഷികാധിഷ്ഠിതമായിട്ടുള്ള ചെറുകിട കുടിൽ വ്യവസായങ്ങൾ. കാർഷിക വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തി നമുക്കു ചുറ്റും തദ്ദേശീയമായി പ്രവർത്തിക്കുന്ന ചെറുകിട കുടിൽ വ്യവസായങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം വരുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിൽ കാർഷിക മേഖലയെ ഉയരാനായി സഹായിക്കും എന്നതുകൊണ്ടാണ്.
നിക്ഷേപം 10 കോടിയിൽ കൂടാത്തതും വാർഷിക വിറ്റുവരവ് 50 കോടിയിൽ താഴെയുള്ളതുമായ വ്യവസായങ്ങളെയാണ് പ്രധാനമായും ചെറുകിട വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. നിക്ഷേപം 10 കോടിയിൽ കൂടാത്തതായിരിക്കണം, അതുപോലെ വാർഷിക വിറ്റുവരവ് 50 കോടിയിൽ താഴെയും ആയിരിക്കണം. ഇത്തരത്തിൽ ഇതിനിടയിലുള്ളവയാണ് നമ്മൾ പ്രധാനമായും ചെറുകിട വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ചെറുകിട വ്യവസായം എന്ന് നമ്മൾ മനസ്സിലാക്കി. ചെറുകിട വ്യവസായത്തിന്റെ പ്രാധാന്യവും നമ്മൾ കണ്ടു. ഓക്കെ ആണല്ലോ? അതെ. അപ്പൊ അടുത്തത്, ഒരു വ്യക്തിയോ കുടുംബമോ പ്രാദേശികമായി ലഭ്യമായ വിഭവങ്ങൾ പരമ്പരാഗത സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതാണ് കുടിൽ വ്യവസായം എന്ന് പറയുന്നത്. കുടിൽ വ്യവസായം എന്നാൽ ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ കൂട്ടമാകാം, ഒരു കൂട്ടം ആൾക്കാരാവാം, ഒരു കുടുംബമാകാം, ഒരു കുടുംബമോ പ്രാദേശികമായിട്ട് ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരമ്പരാഗത സാങ്കേതിക വിദ്യയിലൂടെ അവയെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന രീതിയാണ് കുടിൽ വ്യവസായം എന്ന് പറയുന്നത്. ഇതിന് പ്രാരംഭ നിക്ഷേപം വളരെ കുറവാണ്. കുടിൽ വ്യവസായത്തിൽ കുടുംബാംഗങ്ങളുടെ തൊഴിൽ ശക്തി മാത്രമാണ് പ്രയോജനപ്പെടുത്തുന്നത്. നെയ്ത്ത്, പരവതാനി നിർമ്മാണം, തുകൽ വ്യവസായം, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, ചെറുകിട ഭക്ഷ്യ സംസ്കരണശാലകൾ എന്നിവ കൂടുതൽ വ്യവസായങ്ങൾക്ക് ഉദാഹരണമാണ്. ലോകത്താകമാനമുള്ള നിരവധി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥകളുടെ നട്ടെല്ലാണ് കുടിൽ വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കുടിൽ വ്യവസായങ്ങൾ എന്താണ്? ഒരു വ്യക്തിയോ കുടുംബമോ അവരുടെ പ്രാദേശികമായിട്ട് ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉൽപ്പന്നങ്ങൾ പരമ്പരാഗത സാങ്കേതിക വിദ്യ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതിനെ കുടിൽ വ്യവസായം എന്ന് പറയുന്നു. ഇത്തരത്തിൽ ഒരു വ്യക്തിയോ കുടുംബമോ ഈ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് കൊണ്ട് തന്നെ ഇതിൽ പ്രാരംഭ നിക്ഷേപം കുറവാണ്. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെ തൊഴിൽ ശക്തി മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിന് ഉദാഹരണമാണ് നെയ്ത്ത്, പരവതാനി നിർമ്മാണം, തുകൽ വ്യവസായം, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, ചെറുകിട ഭക്ഷ്യ സംസ്കരണശാലകൾ. ഇതൊക്കെ ഇപ്പോൾ ലോകത്താകമാനമുള്ള നിരവധി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥകളുടെ നട്ടലായിട്ട് മാറിയിരിക്കുകയാണ് കുടിൽ വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ തന്നിട്ടുള്ള അഗ്രോ പാർക്ക് കൂടി നമുക്കൊന്ന് നോക്കാം. അഗ്രോ പാർക്ക് എന്താണ്? അഗ്രോ പാർക്ക് കേരളത്തിലെ കാർഷിക ഉൽപ്പന്ന സംസ്കരണ വേദികളെയാണ് അഗ്രോ പാർക്കുകൾ എന്ന് പറയുന്നത്. കാർഷിക ഉൽപ്പന്ന സംസ്കരണ വേദികളാണ് അഗ്രോ പാർക്കുകൾ. കേരളത്തിലെ കാർഷിക ഉൽപ്പന്ന സംസ്കരണ വേദികളെ അഗ്രോ പാർക്കുകൾ എന്ന് പറയുന്നു. കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കുന്നതിലൂടെ കർഷകരുടെ വരുമാനം ഉറപ്പാക്കുന്നു. കൃഷി വകുപ്പിന് കീഴിലാണ് അഗ്രോ പാർക്കുകൾ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ കാർഷിക ഉൽപ്പന്ന സംസ്കരണ വേദികളാണ് അഗ്രോ പാർക്കുകൾ. ഇത്തരത്തിലുള്ള അഗ്രോ പാർക്കുകളിലേക്ക് വരുമ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റാനായി സാധിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ മൂല്യങ്ങൾ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ കർഷകരുടെ വരുമാനം ഉയരുന്നു. കർഷകരുടെ വരുമാനം ഉറപ്പുവരുത്താനായി സാധിക്കുന്നുണ്ട്. ഈ ഒരു അഗ്രോ പാർക്ക് പ്രവർത്തിക്കുന്നത് കൃഷി വകുപ്പിന് കീഴിലാണ് എന്നതാണ്. അപ്പൊ ഇതാണ് അഗ്രോ പാർക്ക്. ഓക്കെ, അപ്പൊ അടുത്തത് കാർഷികാധിഷ്ഠിത ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ മാറുന്ന മുഖം. കാർഷികാധിഷ്ഠിത സ്റ്റാർട്ടപ്പുകൾക്ക് ഇന്ന് പ്രചാരമേറി വരികയാണ്. സർക്കാർ ഇത്തരം സ്റ്റാർട്ടപ്പുകൾക്ക് വളരെയധികം പ്രോത്സാഹനം നൽകുന്നുണ്ട്. അപ്പോൾ എന്താണ് സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത്? സ്റ്റാർട്ടപ്പുകൾ എന്നാൽ ഒരു നൂതന ഉൽപ്പന്നമോ അല്ലെങ്കിൽ സേവനമോ വികസിപ്പിച്ച് വിപണിയിൽ എത്തിക്കുന്ന സംരംഭങ്ങളെയാണ് സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത്. സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ നവസംരംഭം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു നൂതന ഉൽപ്പന്നമായിരിക്കാം അല്ലെങ്കിൽ സേവനങ്ങളായിരിക്കാം, അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കത്തക്ക വിധത്തിലുള്ള ഒരു സംരംഭത്തെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ നവസംരംഭം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊടിക്കുക, അരയ്ക്കുക, പാക്ക് ചെയ്യുക തുടങ്ങിയ ലളിതമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയെ പലതരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന രീതിയിലുള്ള ചെറുകിട കുടിൽ വ്യവസായങ്ങൾ ഇന്ന് പ്രാധാന്യമേറിയിട്ടുണ്ട്. ചെറുകിട കുടിൽ വ്യവസായങ്ങൾക്ക് ഇന്ന് പ്രാധാന്യമേറിയിട്ടുണ്ട്. ചെറുകിട വ്യവസായ ദിനം എന്നാണ് അറിയാമോ? ദേശീയ ചെറുകിട വ്യവസായ ദിനം ഓഗസ്റ്റ് 30 കേട്ടോ. ഓഗസ്റ്റ് 30 2000 മുതലാണ് ഓഗസ്റ്റ് 30 ഇന്ത്യയിൽ ദേശീയ ചെറുകിട വ്യവസായ ദിനമായി ആഘോഷിച്ചു വരുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ ചെറുകിട വ്യവസായങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്നതിന് വേണ്ടി ചെറുകിട വ്യവസായ മന്ത്രാലയമാണ് ഇതിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 30 ദേശീയ ചെറുകിട വ്യവസായ ദിനം. ഓക്കെ, അപ്പോൾ ഇതവിടെ ചെറുകിട വ്യവസായങ്ങൾക്ക് ഉദാഹരണമായിട്ട് കമുകിൻ പാള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു പിക്ചറാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്.
ഇപ്പോൾ കമുകിൻ പാള ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ, ഫലവർഗ്ഗങ്ങൾ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ പ്രധാനമായും കാർഷിക ഉൽപ്പന്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. ഇതാണ് ചെറുകിട വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ടത്. അടുത്തത് കൈത്തറി. നമുക്കിവിടെ ഒരു കോട്ട് തന്നിട്ടുണ്ട്, നോക്കിക്കേ. ഏത് ദേശീയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെയും അവശ്യ ഘടകമായി നൂലും നെയ്ത്തും ഞാൻ കണക്കാക്കുന്നു. ആരാണ് പറഞ്ഞത്? മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. ഏത് ദേശീയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെയും അവശ്യ ഘടകമായി നൂലും നെയ്ത്തും ഞാൻ കണക്കാക്കുന്നു എന്നത്. കൈത്തറിയുടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇത്തരത്തിലാണ് കൈത്തറി നെയ്ത് വസ്ത്രങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ കൈത്തറിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന വിധത്തിലുള്ള ഗാന്ധിജിയുടെ വാക്കുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇന്ത്യയിലെ അസംഘടിത സാമ്പത്തിക പ്രവർത്തന മേഖലകളിൽ ഒന്നാണ് കൈത്തറി മേഖല എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഒരു അസംഘടിത സാമ്പത്തിക പ്രവർത്തന മേഖലകളിൽ ഒന്നാണ് കൈത്തറി മേഖല. അപ്പോൾ എന്താണ് സംഘടിത മേഖല, അസംഘടിത മേഖല എന്നൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റിൽ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ അസംഘടിത സാമ്പത്തിക മേഖലകളിൽ ഒന്നാണ് കൈത്തറി മേഖല എന്നത് മനസ്സിലാക്കി വെക്കാം. ഗ്രാമീണ അർദ്ധഗ്രാമീണ ജനവിഭാഗങ്ങളുടെ ഉപജീവനത്തിന്റെ അവിഭാജ്യ ഘടകവും അതുപോലെ തന്നെ സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിന്റെ ഒരു സ്രോതസ്സും കൂടിയാണ് ഈ കൈത്തറി മേഖല എന്ന് പറയുന്നത്. സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിന്റെ സ്രോതസ്സാണ്. അതുപോലെ ഗ്രാമീണ അർദ്ധഗ്രാമീണ മേഖലകളിലേക്ക് ജനവിഭാഗങ്ങളുടെ ഉപജീവന മാർഗവുമാണ് ഇത്. ഇനി രാജ്യത്തിൻ്റെ തുണി ഉൽപാദനത്തിൽ കൈത്തറി മേഖല നല്ല രീതിയിൽ ഒരു സംഭാവനയായി മാറുന്നുണ്ട്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പരമ്പരാഗത ചെറുകിട കുടിൽ വ്യവസായം കൂടിയാണ് കൈത്തറി. കയറ് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ തൊഴിൽ മേഖലകളിൽ കയറ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്ഥാനം കൈത്തറിക്കുള്ളതാണ്. കയർ മേഖല കഴിഞ്ഞാൽ തൊഴിൽ നൽകുന്ന കാര്യത്തിലാണ് കേട്ടോ. തൊഴിൽ നൽകുന്ന കാര്യത്തിൽ അടുത്ത സ്ഥാനമുള്ളത് കൈത്തറി മേഖലയ്ക്കാണ്. കാർഷിക വിപണി. കാർഷിക വിപണിയിൽ ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള കാർഷിക വിഭവങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായിട്ടുള്ള സംവിധാനങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നാമത് തന്നിട്ടുള്ള എന്താണ്? നാട്ടുചന്തയാണ്. കുറച്ചധികം പച്ചക്കറികൾ അവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളവയായിരിക്കണം പ്രധാനമായിട്ടും. അവ വിൽക്കുന്നതിനുള്ളൊരു വിപണി മേഖലയാണ് നാട്ടുചന്ത എന്ന് പറഞ്ഞ് ഇവിടെ തന്നിട്ടുള്ളത്. അതിനേക്കാളും കുറച്ചും കൂടി അല്പം ഉയർന്ന ഒരു വേർഷനായിട്ട് നമുക്ക് പറയാവുന്നതാണ് പച്ചക്കറിക്കട. ഇവിടെ വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ ഒന്നിച്ച് ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ നാട്ടിൻപുറങ്ങളിൽ നമുക്ക് കണ്ടുപരിചയമുള്ള സ്ഥലമായിരിക്കും. കുറച്ചും കൂടി മോഡേണൈസ്ഡ് വേർഷൻ ആയിട്ട് ഇവിടെ തന്നിട്ടുള്ളത് ഹൈപ്പർ മാർക്കറ്റാണ്. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പച്ചക്കറികളും മറ്റും കൃത്യമായി ഓർഗനൈസ് ചെയ്ത് വൃത്തിയായി വെച്ച് നമ്മളെ ആകർഷിക്കത്തക്ക വിധത്തിൽ വിൽപ്പനയ്ക്കായി ഒരുക്കി വെച്ചിട്ടുള്ള ഒരു ഇടം കൂടിയാണ് ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് ഓൺലൈൻ മാർക്കറ്റാണ്. നമ്മളിപ്പോൾ സുപരിചിതമായി മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ഓൺലൈൻ മാർക്കറ്റ്. VFPCK എന്നത് നമുക്ക് താഴെ പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഓൺലൈൻ മാർക്കറ്റ്, ഇത്തരത്തിൽ 4 വിവിധ തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ പിക്ചറിൽ തന്നിട്ടുള്ളത്. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ നമ്മൾ കണ്ടു പലതരത്തിലുള്ള കാർഷിക വിഭവങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമുള്ള സംവിധാനങ്ങൾ. കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് കാർഷിക വിപണി. കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് കാർഷിക വിപണി. കാര്യക്ഷമമായ ഒരു കാർഷിക വിപണി കാർഷിക പുരോഗതിക്ക് ആവശ്യമാണ്. കാർഷിക പുരോഗതി ഉണ്ടാവണമെങ്കിൽ അവിടെ വിൽക്കുന്നയാളും ഉണ്ടാവണം, വാങ്ങുന്നയാളും ഉണ്ടാവണം. അത്തരത്തിൽ അവിടെ കച്ചവടം സാധ്യമാകണം. സാധ്യമായ ഏറ്റവും മികച്ച വരുമാനം ലഭിക്കുന്നതിന് പ്രാഥമിക ഉൽപാദകരെ പ്രാപ്തരാക്കുക, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം നിലനിർത്തിക്കൊണ്ട് ന്യായമായ വില ലഭ്യമാക്കുക എന്നിവയാണ് കാർഷിക വിപണിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ എന്താണ് കാർഷിക വിപണി എന്ന് പറയുന്നത്? കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സംവിധാനത്തെ കാർഷിക വിപണി എന്ന് പറയുന്നു. കാര്യക്ഷമമായ കാർഷിക വിപണി കൊണ്ട് കാർഷിക പുരോഗതി സാധ്യമാകുന്നതാണ്. സാധ്യമായിട്ടുള്ള ഏറ്റവും മികച്ച വരുമാനം ലഭിക്കുന്നതിന് പ്രാഥമിക ഉൽപാദകരെ പ്രാപ്തരാക്കുകയും കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം നിലനിർത്തിക്കൊണ്ട് തന്നെ ന്യായമായ വിലയിൽ ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനമായും കാർഷിക വിപണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് കതിർ ആപ്പ് എന്ന് പറഞ്ഞിട്ട്. എന്താണ് കതിർ ആപ്പ് എന്ന് നോക്കാം. ഇത് ഇവിടെ തന്നത് കണ്ടോ, കതിർ ആപ്പ്. കൃഷിയും കൃഷിരീതികളും സ്മാർട്ടാക്കാനായി വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യത ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കിയ ആപ്പാണ്
കതിർ ആപ്പ്. കതിർ ആപ്പിന്റെ ഫുൾ ഫോം കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി എന്നതാണ്. കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി ആണ് കതിർ എന്നത്. കതിർ ആപ്പ് കൃഷിയും കൃഷിരീതികളും സ്മാർട്ട് ആക്കുന്നതിനായിട്ട് വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ആപ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. കതിർ ആപ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. കാലാവസ്ഥാ വിവരങ്ങൾ, വിള ഉപദേശങ്ങൾ, മാർക്കറ്റ് ഇന്റലിജൻസ് വിവരങ്ങൾ, കാർഷിക പദ്ധതി വിവരങ്ങൾ, കൃഷിഭൂമി സംബന്ധമായ വിവരങ്ങൾ എന്നിവ ഈ ആപ്പിലൂടെ ലഭ്യമാകും. എന്തൊക്കെയാണ് ഈ ആപ്പ് നൽകുന്ന സേവനങ്ങൾ? കാലാവസ്ഥാ വിവരങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്, വിള ഉപദേശങ്ങൾ നൽകുന്നുണ്ട്, മാർക്കറ്റ് ഇന്റലിജൻസ് വിവരങ്ങൾ നൽകുന്നുണ്ട്, കാർഷിക ഭൂമി വിവരങ്ങൾ നൽകുന്നുണ്ട്, അതുപോലെ കൃഷിഭൂമി സംബന്ധമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ഈ ഒരു കതിർ ആപ്പിലൂടെ നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഈ ആപ്പിലൂടെ രജിസ്റ്റർ ചെയ്യുന്ന കർഷകർക്ക് തിരിച്ചറിയൽ കാർഡ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടായിരിക്കണം ഈ ഒരു ആപ്പ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇതാണ് കതിർ ആപ്പ് എന്ന് പറയുന്നത്. കർഷകരും വിപണിയും ഇവിടെ തന്നിട്ടുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കർഷക ഉൽപാദന സംഘങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, സഹകരണ സംഘങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു, ഡിജിറ്റൽ വിപണിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, കാർഷികാധിഷ്ഠിത വ്യവസായങ്ങളിലേക്ക്, കയറ്റുമതിക്ക്, നേരിട്ട് ഉപഭോക്താക്കളിലേക്ക്, ചില്ലറ വ്യാപാരികൾക്ക്, ഇത്തരത്തിൽ പല വിധത്തിലാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുപോകുന്നത്. ഇത്രയും സംവിധാനങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഇതിലൂടെയൊക്കെയാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റുപോകുന്നത്. ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കേണ്ടത് കർഷകരുടെ അവകാശമാണ്. അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഓരോ ഉൽപ്പന്നവും. ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കേണ്ടത് ഓരോ കർഷകന്റെയും അവകാശമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വില ലഭിക്കുന്ന വിപണികൾ കണ്ടെത്താൻ കർഷകർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓൺലൈൻ വിപണികൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ കർഷകരും ഉപഭോക്താക്കളും തമ്മിൽ ഇടനിലക്കാരില്ലാതെയുള്ള വിപണനം സാധ്യമാകുന്നു. ന്യായമായ വില ലഭിക്കേണ്ടത് കൊണ്ട് തന്നെ പരമാവധി ലാഭം അല്ലെങ്കിൽ വില ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിപണികൾ എപ്പോഴും കർഷകർ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത്തരത്തിൽ ഓൺലൈൻ വിപണികൾ സജീവമാണ് ഇപ്പോൾ. ഓൺലൈൻ വിപണികൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ കർഷകരും ഉപഭോക്താക്കളും തമ്മിൽ വിപണനം സാധ്യമാകുകയും അവിടെ ഇടനിലക്കാരില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് വിപണനം കുറച്ചുകൂടി സുഗമമായി നടക്കും. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിവിടെ നോക്കിക്കേ, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി, APMC, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി. എന്താണ് APMC? വൻകിട ചില്ലറ വ്യാപാരികളുടെ ചൂഷണത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനായി രാജ്യത്തെ സംസ്ഥാന ഗവൺമെന്റുകൾ സ്ഥാപിച്ച മാർക്കറ്റിംഗ് ബോർഡാണ് APMC എന്ന് പറയുന്നത്. ഈ ഒരു ബോർഡ് നിലവിൽ വന്നത് കാർഷിക ഉൽപ്പന്ന വിപണന നിയന്ത്രണ നിയമം APMR ആക്ട് വഴിയാണ്. APMR ആക്ട് വഴിയാണ് സംസ്ഥാനങ്ങൾ APMCയെ നിയന്ത്രിക്കുന്നത്. വൻകിട ചില്ലറ വ്യാപാരികളുടെ ചൂഷണത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനായിട്ട്, ഒരു ചൂഷണം സംഭവിക്കാത്ത വിധത്തിൽ കർഷകരെ സംരക്ഷിക്കുന്നതിനായിട്ട് സംസ്ഥാന ഗവൺമെന്റുകൾ സ്ഥാപിച്ച ഒരു മാർക്കറ്റിംഗ് ബോർഡാണ് ഈ പറയുന്ന APMC എന്ന് പറയുന്നത്. APMR ആക്ട് വഴി വന്നതാണ് APMC ബോർഡ്. അപ്പോൾ വിവിധ തരം കാർഷിക വിപണികളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഘടനാപരവും പ്രവർത്തനക്ഷമവുമായ വിപണികൾ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് അനിവാര്യമാണ്. സംഘടിത കാർഷിക വിപണി, ഓർഗനൈസ്ഡ് അഗ്രികൾച്ചറൽ മാർക്കറ്റ് എന്നും അസംഘടിത കാർഷിക വിപണി, അൺഓർഗനൈസ്ഡ് അഗ്രികൾച്ചറൽ മാർക്കറ്റ് എന്നും കാർഷിക വിപണിയെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. അതായത് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഫലങ്ങൾ ഘടനാപരവും പ്രവർത്തനക്ഷമവുമായിട്ടുള്ള വിപണികളിലൂടെ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അപ്പം അത്തരത്തിൽ നോക്കുമ്പോൾ കാർഷിക വിപണി എന്ന് പറയുന്നത് തന്നെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഓർഗനൈസ്ഡ് ആണ്, സംഘടിത കാർഷിക വിപണിയാണ്. രണ്ടാമത്തേത് അസംഘടിത കാർഷിക വിപണി, അൺഓർഗനൈസ്ഡ് അഗ്രികൾച്ചറൽ മാർക്കറ്റ് ആണ്. ഇത്തരത്തിൽ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്നവയാണ് സംഘടിത കാർഷിക വിപണി. അപ്പൊ ഓർഗനൈസ്ഡ് ആണ്, കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആണ്. ഗവൺമെന്റിന്റെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്നവയാണ് സംഘടിത കാർഷിക വിപണി. പ്രധാനമായിട്ടും APMC നിയമങ്ങൾക്കനുസരിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നത്. ഈ APMC ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി. പ്രധാനമായിട്ടും APMC നിയമങ്ങൾക്കനുസരിച്ചാണ് ഇത്തരത്തിലുള്ള സംഘടിത കാർഷിക വിപണികൾ പ്രവർത്തിക്കുന്നത്.
എന്നാൽ പ്രത്യേക ഘടനയില്ലാതെ പ്രവർത്തിക്കുന്നവയാണ്. അവ അൺഓർഗനൈസ്ഡ് ആണ്. ഇവർക്ക് ഈ പ്രത്യേക ഘടനയൊന്നുമില്ല. അത്തരത്തിൽ പ്രവർത്തിക്കുന്നവയാണ് അസംഘടിത കാർഷിക വിപണികൾ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണല്ലോ. ഇനി ഗ്രാമീണ പ്രാഥമിക വിപണികൾ മറ്റൊരു കോൺസെപ്റ്റ് ആണ്. റൂറൽ പ്രൈമറി മാർക്കറ്റ്സ്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ടെത്തിക്കുന്ന വിപണികളാണ് ഗ്രാമീണ പ്രാഥമിക വിപണികൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എല്ലായിടത്തും ഒരു ഇടനിലക്കാരനുണ്ടാവുന്നതായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? കൃത്യമായിട്ടുള്ള വരുമാനം കർഷകർക്ക് ലഭിക്കില്ല. കൂടുതൽ വിലയിലായിരിക്കും അത് ഉപഭോക്താക്കളുടെ കയ്യിൽ എത്തുന്നത്. അപ്പോൾ നേരിട്ടൊരു ബന്ധം സാധ്യമല്ല കർഷകനും ഉപഭോക്താവും തമ്മിൽ. അപ്പോൾ അത്തരത്തിലല്ലാത്ത ഒരു തരം വിപണിയാണ് ഗ്രാമീണ പ്രാഥമിക വിപണി എന്ന് പറയുന്നത്. ഇവിടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ തന്നെ നേരിട്ട് വിപണികളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഗ്രാമീണ പ്രാഥമിക വിപണികൾ. ചെറിയ ഗ്രാമങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതും ഗ്രാമത്തിലെ വ്യക്തികൾ പ്രധാന വിൽപ്പനക്കാരും ഉപഭോക്താക്കളുമായിട്ടുള്ള കൈമാറ്റ സംവിധാനമാണ് ഇത്. ചെറിയ ഗ്രാമങ്ങളിലാണ് ഇത് കേന്ദ്രീകരിച്ചിട്ടുണ്ടാവുക പ്രധാനമായിട്ടും. അല്ലെങ്കിൽ ഗ്രാമത്തിലെ വ്യക്തികൾ പ്രധാന വിൽപ്പനക്കാരോ ഉപഭോക്താക്കളുമായിട്ടുള്ള കൈമാറ്റ സംവിധാനമാണ് ഗ്രാമീണ പ്രാഥമിക വിപണികൾ എന്ന് പറയുന്നത്. വിപണികൾ ആഴ്ചയിൽ 1 or 2 തവണ തുറസായ സ്ഥലങ്ങളിൽ ആണ് കൂടുന്നത്. ഉദാഹരണം ഇപ്പോൾ ഗ്രാമീണ ചന്തകൾ, ഹാറ്റുകൾ, ഇവയൊക്കെ. അപ്പം എന്താ ഹാറ്റുകൾ എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഗ്രാമീണ പ്രാഥമിക വിപണികൾക്ക് ഉദാഹരണമാണ് ഗ്രാമീണ ചന്തകൾ, ഹാറ്റുകളൊക്കെ. അപ്പോൾ ഗ്രാമീണ ഹാറ്റുകൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രാമത്തിലെ ഉൽപാദകർ, ഇടനിലക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒത്തുകൂടുന്ന വിപണികളാണ് ഹാറ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു വില്ലേജിലെ, ഒരു ഗ്രാമത്തിലെ ഉൽപാദകരുണ്ടാവും, ഇടനിലക്കാരുണ്ടാവും, ഉപഭോക്താക്കൾ ഉണ്ടാവും. ഇവർ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനായിട്ട് ഒത്തുകൂടുന്ന വിപണികളെയാണ് നമ്മൾ ഹാറ്റുകൾ എന്ന് പറയുന്നത്, വില്ലേജ് ഹാറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പുതിയ ടേം ആണെങ്കിൽ ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് എഴുതി വെക്കുക കേട്ടോ. അടുത്തത് മണ്ടികളാണ്. മണ്ടി എന്ന് പറയുമ്പോൾ ജില്ലാ ആസ്ഥാനങ്ങളിലും മറ്റ് പട്ടണങ്ങളിലും ദൈനംദിന ഇടപാടുകൾക്കുള്ള സ്ഥിരമായ മൊത്ത വ്യാപാര വിപണിയാണ് മണ്ടീസ് എന്ന് പറയുന്നത്. ഫെയർ അല്ലെങ്കിൽ മേളകൾ മതപരമായ ഉത്സവങ്ങളുടെ സമയത്തോ അല്ലെങ്കിൽ പ്രാദേശികമായ ഉത്സവങ്ങളുടെ സമയത്തോ മാത്രം തീർത്ഥാടന കേന്ദ്രങ്ങളിലും പ്രധാന കേന്ദ്രങ്ങളിലും നടത്തുന്ന വിപണികളെയാണ് മേളകൾ അല്ലെങ്കിൽ ഫെയർ എന്ന് പറയുന്നത്. ഏതു തരത്തിലെങ്കിലുമുള്ള ഉത്സവങ്ങൾ, ഒന്നെങ്കിൽ മതപരമാവാം അല്ലെങ്കിൽ പ്രാദേശികപരമായിട്ടുള്ള ഉത്സവ സമയത്ത് മാത്രം തീർത്ഥാടന സ്ഥലങ്ങളിലും മറ്റു കേന്ദ്രങ്ങളിലുമൊക്കെ വിപണികൾ നമുക്ക് കാണാനായിട്ട് സാധ്യമാണ്. അത്തരത്തിലുള്ള വിപണികളെയാണ് നമ്മൾ മേളകൾ എന്ന് പറയുന്നത്. മേളകൾ കുഞ്ഞി പോയിന്റ്സ് ആണെങ്കിലും നമ്മളിത് 3 ടേംസ് പഠിച്ചിട്ടുണ്ട്. വില്ലേജ് ഹാറ്റുകൾ, മണ്ടികൾ, ഫെയർ അല്ലെങ്കിൽ മേളകൾ. അടുത്തത് മൊത്ത വ്യാപാര വിപണികൾ അഥവാ ദ്വിതീയ മൊത്ത വ്യാപാര വിപണികൾ, ഹോൾസെയിൽ മാർക്കറ്റ്സ് ഓർ സെക്കൻഡറി ഹോൾസെയിൽ മാർക്കറ്റ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഇത് അല്ലെങ്കിൽ എന്താണ് ഇത് എന്ന് വെച്ചാൽ കൃഷിയിടങ്ങളുമായി ബന്ധപ്പെട്ട നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന വിപണികളാണ് ഹോൾസെയിൽ മാർക്കറ്റ് അല്ലെങ്കിൽ സെക്കൻഡറി ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ ഉൽപാദകരായ കർഷകർ തന്നെയാണ് കൃഷി ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത്. ജില്ലാ തലസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷന് സമീപമോ ഉള്ള വിപണന കേന്ദ്രങ്ങളാണ് പൊതുവെ മൊത്ത വ്യാപാര വിപണികൾ അല്ലെങ്കിൽ ദ്വിതീയ മൊത്ത വ്യാപാര വിപണികൾ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ജില്ലാ തലസ്ഥാനങ്ങളിലായിരിക്കും അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള വിപണന കേന്ദ്രങ്ങളായിട്ടായിരിക്കും ഇവ പ്രവർത്തിക്കുന്നത്. ഗ്രാമീണ കർഷകരും മൊത്ത വ്യാപാരികളും തമ്മിലാണ് ഇവിടെ കച്ചവടം നടക്കുന്നത്. ഗ്രാമീണ കർഷകരും മൊത്ത വ്യാപാരികളും തമ്മിലുള്ള കച്ചവടമാണ് ഈ ഒരു വിപണിയിൽ നടക്കുന്നത്. മറ്റ് വിപണികളിൽ നിന്നും, അതായത് മണ്ടികൾ പോലെയുള്ള ഇത്തരത്തിലുള്ള വിപണികളിൽ നിന്നുമൊക്കെ ഇവിടേക്ക് സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട്, എത്തിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ഹോൾസെയിൽ മാർക്കറ്റ് അല്ലെങ്കിൽ സെക്കൻഡറി ഹോൾസെയിൽ മാർക്കറ്റ് പ്രവർത്തിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതിനിടയിൽ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് പഠിക്കാനുണ്ട്, കേരള ഗ്രോ എന്നത്. കേരള ഗ്രോ എന്താണ്? കേരള ഗ്രോ എന്ന് പറയുന്നത് ഒരു വിപണന രീതിക്കുള്ളൊരു വകുപ്പാണ്. എന്താന്ന് വെച്ചാൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം ഊർജിതമാക്കുക. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം ഊർജിതമാക്കുക. അപ്പം അതുവഴി എന്ത് സംഭവിക്കും? വിപണനം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും വരുമാനം വർദ്ധിക്കുന്നു. വരുമാനം വർദ്ധിക്കുന്ന ആർക്കാണ്? കർഷകരുടെ വരുമാനം വർദ്ധിക്കും. അതിലൂടെ കർഷകരുടെ വരുമാനം വർദ്ധിക്കും എന്നതാണ് പ്രധാനമായിട്ടുള്ളൊരു പോയിന്റ്. അതുകൂടാതെ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ന്യായവിലയ്ക്ക് ലഭ്യമാകണമല്ലോ. അതെ, അപ്പോൾ അതും കേരള ഗ്രോയുടെ ഒരു ലക്ഷ്യമാണ്.
അപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം ഊർജിതമാക്കാനും അതുവഴി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനും കേരള ഗ്രോ എന്ന ഏകീകൃത ബ്രാൻഡിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം ആരംഭിച്ചിട്ടുണ്ട്. ആരാണ് ആരംഭിച്ചത്? കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഇത്. പദ്ധതിയല്ല, ഒരു രീതിയാണ് ഇത്. കേരള ഗ്രോയിലൂടെയാണ് ഈ ഒരു വിപണനം സാധ്യമാകുന്നത് എന്നതാണ്. കേരള ഗ്രോയിലൂടെ എന്താണ് സംഭവിക്കുന്നത്? കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം ഊർജിതമാക്കുകയും അതുവഴി വരുമാനം വർദ്ധിക്കുകയും ചെയ്തു. കൂടാതെ ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്കാണ് വിൽക്കുന്നത്. അതുകൊണ്ട് ഉപഭോക്താക്കൾക്ക് അത് ലഭ്യമാകുന്നത് കുറച്ചുകൂടെ സുഗമമായ രീതിയിലായിരിക്കും. അത്തരത്തിൽ കേരള ഗ്രോ പ്രവർത്തിക്കുന്നു. കൃഷി വകുപ്പ് ആരംഭിച്ച ഒരു വിപണന പദ്ധതിയാണ് ഈ കേരള ഗ്രോ എന്ന് പറയുന്നത്. ഓക്കെ, സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കർഷക ഉൽപാദന സംഘങ്ങളുടെയും പിന്തുണയോടെയാണ് സംസ്ഥാനത്ത് കാർഷിക വിപണനം നടക്കുന്നത്. സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അതുപോലെ കർഷക ഉൽപാദന സംഘങ്ങളുടെയും പിന്തുണയോടെയാണ് സംസ്ഥാനത്ത് കാർഷിക വിപണനം നടക്കുന്നത്. നഗര ഗ്രാമപ്രദേശങ്ങളിലൊക്കെ സ്ഥാപിച്ചിട്ടുള്ള വിപണന ശൃംഖലയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. കേരളത്തിലെ മൊത്ത വ്യാപാര വിപണികളിൽ 3 നഗരപ്രദേശങ്ങളിലും അതുപോലെ 3 ഗ്രാമപ്രദേശത്തുമാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ മൊത്ത വ്യാപാര വിപണികൾ 3 നഗരങ്ങളിലും അതുപോലെ 3 ഗ്രാമപ്രദേശത്തുമാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. മൊത്ത വ്യാപാര വിപണികൾ കൂടാതെ നമുക്ക് 5 ജില്ലാ സംഭരണ വിപണന കേന്ദ്രങ്ങളുണ്ട്. 5 ജില്ലാ സംഭരണ വിപണന കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ ഈനാമിന് കീഴിൽ നമുക്ക് 6 മൊത്ത വ്യാപാര വിപണികളും ഉണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന പോലെ 5 ജില്ലാ സംഭരണ വിപണന കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. കൃഷി വകുപ്പിന് കീഴിലുള്ള ഈ കേന്ദ്രങ്ങൾ, അപ്പോൾ ഈ ജില്ലാ സംഭരണ വിപണന കേന്ദ്രങ്ങൾ കൃഷി വകുപ്പിന് കീഴിലാണ്. ജില്ലാ സംഭരണ വിപണന കേന്ദ്രങ്ങൾ കൃഷി വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അവ കേരള സർക്കാരിൻ്റെ വിപണി നിയമങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള വിപണികൾ കേരള സർക്കാരിൻ്റെ വിപണി നിയമങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈനാം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നതാണ്. ഈനാം എന്നത്, ഈനാമിന് കീഴിൽ 6 മൊത്ത വ്യാപാര വിപണികളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈനാം എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഈനാം എന്നാൽ എന്താണ്? നാം എന്നതിൻ്റെ പൂർണ്ണരൂപം നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് എന്നതാണ്. ഈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണിത്? ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് എന്നതാണ്. ഇവിടെ ഈനാമിന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇഷ്ടാനുസരണം വിൽക്കുന്നതിനായിട്ട്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിൽക്കുന്നതിനായിട്ട് സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈനാം അല്ലെങ്കിൽ ദേശീയ കാർഷിക വിപണി എന്ന് പറയുന്നത്, നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് എന്ന് പറയുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഈനാം എന്നത്. ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അതുകൂടാതെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇഷ്ടാനുസരണം വിൽക്കാനായിട്ട് സാധിക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈനാം എന്നത്. അപ്പോൾ ഈ ഈനാമിന് കീഴിൽ 6 മൊത്ത വ്യാപാര വിപണികളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവ കൂടാതെ വിവിധ തലത്തിലുള്ള പ്രാദേശിക വിപണന കേന്ദ്രങ്ങൾ നേരിട്ടും കർഷക കൂട്ടായ്മകൾ വഴിയും കാർഷിക ഉൽപ്പന്നങ്ങൾ സമാഹരിച്ച് വിപണനം സാധ്യമാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വിപണികൾ ധാരാളമായി ഓപ്പണപ്പായി വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കർഷകർക്ക് നേരിട്ടും വരാം, കർഷക കൂട്ടായ്മകൾ വഴിയും വരാം. കാർഷിക ഉൽപ്പന്നങ്ങൾ സമാഹരിച്ച് വിപണനം സാധ്യമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഈനാം വഴി. ഉൽപാദന കേന്ദ്രങ്ങളിൽ VFPCK, ഇതാണ് നമ്മൾ നേരത്തെ ഇവിടെ കണ്ട ഈ ഒരു ടേം ഓർക്കുന്നുണ്ടോ? ഇവിടെ VFPCK ഇതാണ് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ, താഴെ ഒന്നുകൂടെ. ഓക്കെ, അപ്പോൾ VFPCK സ്ഥാപിച്ച സ്വാശ്രയ കർഷക സമിതികളുടെ വിപണന സംവിധാനത്തിൽ ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് വിപണനം നടത്തുന്നു. അപ്പോൾ ഇവിടെ ഇടനിലക്കാരെ ഒഴിവാക്കുന്നു. ഇടനിലക്കാർ പൊതുവെ കർഷകരെ ചൂഷണം ചെയ്യുന്നു. അതുപോലെ ഉപഭോക്താക്കളിൽ നിന്ന് ന്യായമല്ലാത്ത രീതിയിലുള്ള വിലകൾ വാങ്ങുകയും ചെയ്യുന്ന രീതിയിൽ ഇടനിലക്കാരുടെ ചൂഷണം വലിയൊരു വെല്ലുവിളിയായി മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടായിട്ട് ഉൽപാദന കേന്ദ്രങ്ങളിൽ VFPCK സ്ഥാപിച്ച സ്വാശ്രയ കർഷക സമിതികളുടെ വിപണന സംവിധാനത്തിൽ ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് വിപണനം നടത്തുന്നു. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വനവിഭവങ്ങളുടെയും വിപണനം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയാണ്
നാഫെഡ് എന്ന് പറയുന്നത് നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന നാഫെഡ് ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വനവിഭവങ്ങളുടെയും ഒക്കെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നത് നാഫെഡ് ആണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംയോജനവും വിപണനവും മൂല്യവർദ്ധനവ്, ഗ്രേഡിംഗ്, ബ്രാൻഡിംഗ്, പാക്കിംഗ് തുടങ്ങിയ സേവനങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്തു നടത്തുക വഴി പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ പാക്സ് ഗ്രാമീണ കാർഷിക പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? കാർഷിക ഉൽപ്പന്നങ്ങളുടെ എല്ലാതരം സേവനങ്ങളും ഏറ്റെടുത്ത് നടത്തുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ ഇവയുടെയൊക്കെ സംയോജനവും വിപണനവും തുടങ്ങി ഇവ മാർക്കറ്റിൽ എത്തിച്ച് വരുമാന മാർഗം ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ ഗ്രാമീണ കാർഷിക പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുകയാണ് ചെയ്യുന്നത്. ഇനി ഇത്തരത്തിലുള്ള കാർഷിക വിപണികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ, നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പ്രധാനപ്പെട്ട നമുക്ക് പറയുകയാണെങ്കിൽ ഗതാഗത സൗകര്യങ്ങളുടെ അപര്യാപ്തത. ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നമുക്ക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുവാനും കൊണ്ടുവരുവാനും ഒക്കെ സാധിക്കുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള അവസരങ്ങൾ ഇല്ലാതെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും വിപണികളിലേക്കുള്ളൊരു ആക്സസ് നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്, ഗതാഗത സൗകര്യങ്ങളുടെ അപര്യാപ്തത. രണ്ടാമത് നമുക്ക് പറയാം വായ്പകളുടെ ലഭ്യത കുറവ്. ഒരു മൂലധനത്തിൻ്റെ കുറവ് വരുമ്പോൾ തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും ആശ്രയിക്കുന്നത് വായ്പകളെയാണ്. അപ്പോൾ വായ്പയുടെ ലഭ്യത കുറവ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു ആശയം നമ്മൾ വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കൃഷി എന്നൊരു സാധ്യത നമുക്ക് ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് വിപണി വിവരങ്ങളുടെ അപര്യാപ്തത. ഏതൊക്കെ മാർക്കറ്റിൽ എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്താൽ നമുക്ക് വിപണികൾ എവിടെയൊക്കെ ഓപ്പൺ ആണ് എന്നുള്ളത് നമുക്ക് അറിയുകയാണെങ്കിലാണ് കൃത്യമായിട്ടുള്ള ഒരു ഉൽപാദകന് ഇവയൊക്കെ മാർക്കറ്റ് ചെയ്യാനായിട്ടും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ വിപണി വിവരങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? വേണം. എവിടെയൊക്കെ വിപണികളുണ്ട്, എവിടെയൊക്കെ ആവശ്യക്കാരുണ്ട് നമ്മൾ അറിയണം. പക്ഷെ അത് ലഭിക്കാതെ വരുമ്പോൾ വിപണി വിവരങ്ങളുടെ അപര്യാപ്തത ഒരു വെല്ലുവിളിയായിട്ട് മാറുന്നുണ്ട്. സംഭരണശാലകളുടെ അപര്യാപ്തത മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഉൽപ്പന്നങ്ങൾ വൃത്തിയായും നല്ല രീതിയിലും സൂക്ഷിച്ചു വെച്ച് സംഭരിച്ച് വെക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം അതില്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? കൃഷിയിലുള്ള വരുമാന മാർഗം നമുക്ക് കുറയും. അതുപോലെ നല്ല ഭക്ഷ്യോൽപ്പന്നങ്ങൾ ലഭ്യമാകാതെയൊക്കെ ആവും. അപ്പോൾ സംഭരണശാലകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ വെല്ലുവിളിയായിട്ട് നമുക്ക് പറയുമ്പോൾ സംഭരണശാലകളുടെ അപര്യാപ്തത. ഇറക്കുമതി നയങ്ങൾ, നമുക്ക് നല്ല രീതിയിലുള്ള നയങ്ങൾ ആവശ്യമായിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. ഇടനിലക്കാരുടെ ചൂഷണം, നമ്മളിവിടെ പറഞ്ഞതുപോലെ ഇടനിലക്കാർ ചൂഷണം ചെയ്യുന്നു എന്നതൊരു വെല്ലുവിളിയാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ VFPCK എന്നത്, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളയാണ് VFPCK. ഇവ എന്താണ് ചെയ്യുന്നത്? ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കച്ചവട സംവിധാനമാണ് VFPCK കൊണ്ടുവരുന്നത്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. ഇവർ കേരളത്തിലെ കർഷകർക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ പഴം, പച്ചക്കറി കൃഷി നടപ്പിലാക്കുന്നതിന് വിത്ത് മുതൽ വിപണനം വരെയുള്ള വിവിധ കാർഷിക പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്നു. കേരളത്തിലെ കർഷകർക്ക് വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി നടപ്പിലാക്കുന്നതിന് വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും വിത്ത് മുതൽ വിപണനം വരെയുള്ള വിവിധ കാർഷിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുക എന്നതാണ് ഈ ഒരു VFPCKയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അടുത്തത് കൃഷി വിജ്ഞാൻ കേന്ദ്രമാണ്. ഇവിടെ കാർഷിക നഗര മൊത്ത വ്യാപാര വിപണി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളാണ് അടുത്ത. കർഷകരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിനും പരിഹരിക്കുന്നതിനും പുതിയ കാർഷിക സാങ്കേതിക വിദ്യകളും കഴിവുകളും കൈമാറുന്നതിനും ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഐക്കർ രാജ്യത്താകമാനം സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ് കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. എന്തിനൊക്കെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ ഇവിടെയുണ്ട്. അപ്പോൾ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ തിരിച്ചറിയുക, അവ പരിഹരിക്കുന്നതിനായിട്ടുള്ള പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക, പുതിയ കാർഷിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, കഴിവുകൾ കൈമാറുന്നതിന് വേണ്ടിയിട്ടും ഇവയ്ക്കെല്ലാമായിട്ടും ഐക്കർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് നമ്മുടെ രാജ്യത്തൊട്ടാകെ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ് കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ. ഇവയെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ നിന്ന് ലഭ്യമാകും എന്നതാണ് അർത്ഥം. അപ്പോൾ ഇത്തരത്തിൽ നമ്മളിവിടെ പറഞ്ഞതെല്ലാം ഒന്ന് ക്രോഡീകരിക്കുകയാണെങ്കിൽ വിവിധ തരം തോട്ടവിളകൾ, ഭക്ഷ്യവിളകൾ, നാണ്യവിളകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ കൃഷിക്ക് അനുകൂലമായ വൈവിധ്യമാർന്ന കാർഷിക കാലാവസ്ഥാ സാഹചര്യങ്ങളും
ചെറിയ കൃഷിയിടങ്ങളും കേരളത്തിൻ്റെ കാർഷിക മേഖലയുടെ സവിശേഷതകളാണ്. ഇത്തരത്തിൽ സവിശേഷതയേറിയിട്ടുള്ള വിളകളുണ്ട്, കാലാവസ്ഥ സാഹചര്യങ്ങളുണ്ട്, അനുകൂലമായിട്ടുള്ള വൈവിധ്യമാർന്ന കാര്യങ്ങളെല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ കാർഷിക മേഖലയുടെ സവിശേഷത എന്ന് പറയുന്നത്. അതുകൂടാതെ ഇവയെ സംരക്ഷിക്കുന്നതിനായിട്ടും വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടും കൃഷി വകുപ്പ്, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ, പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കേരള കാർഷിക സർവകലാശാല, വിവിധ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, കർഷക ഉൽപാദന സംഘങ്ങൾ തുടങ്ങിയവ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇവയെല്ലാം തന്നെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി സഹായിക്കുന്നവയാണ്, വിവിധ തരത്തിൽ സഹായിക്കുന്നവയാണ്. ഇനി അതിൻ്റെ മറ്റൊരു വേർഷൻ നോക്കുമ്പോൾ സാങ്കേതിക വിദ്യയിലൂടെ കാർഷിക മേഖലയ്ക്ക് അഭിവൃദ്ധി മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ സാങ്കേതിക വിദ്യയിലുണ്ടായ പുരോഗതി കാർഷിക മേഖലയിൽ പുതിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഭക്ഷ്യസുരക്ഷയും പാരിസ്ഥിതിക സുരക്ഷയും കൈവരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് സാങ്കേതിക വിദ്യയിലൂടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയുടെ സ്വാഭാവികമായിട്ടുള്ള സ്വഭാവത്തിന് മാറ്റം സംഭവിക്കാതെ, ഭൂമിയുടെ സ്വാഭാവികമായിട്ടുള്ള ഫലഭൂഷ്ടി നഷ്ടപ്പെടുത്താതെയൊക്കെ നമ്മൾ കൃഷി നടത്തി അതുപോലെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതാണ് പ്രധാനമായും നമ്മൾ സാങ്കേതിക വിദ്യ ആവിഷ്കരിക്കുമ്പോൾ ലക്ഷ്യമായി വെക്കുന്നത്. ഭാവി തലമുറയുടെ ഭക്ഷ്യസുരക്ഷയും രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയും നിലനിർത്താനുതകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പുത്തൻ തലമുറയാകണം നമ്മുടെ ലക്ഷ്യം. ഇത്തരത്തിൽ ഭാവി തലമുറയുടെ ഭക്ഷ്യസുരക്ഷയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയും ഉറപ്പുവരുത്താൻ ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലായിരിക്കണം പുതിയ തലമുറയായ നാം ഓരോരുത്തരും ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് അറിയാവുന്ന ചാപ്റ്റർ ആയിരിക്കും. നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്കറിയാവുന്നതും കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതുമായിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള തരത്തിലുള്ള കുറേ കാര്യങ്ങളാണ്. പിന്നെ പുതിയ ടേംസ് കുറച്ച് നമ്മൾ പഠിച്ചു. അവയൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നമ്മൾ കുറച്ചും കൂടെ ഫെമിലിയർ ആക്കി വെക്കുക എന്നുള്ളതാണ് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ദേശീയ ചെറുകിട വ്യവസായ ദിനം എന്നാണ് ഓഗസ്റ്റ് 30 നമ്മൾ പറഞ്ഞത്. ഓഗസ്റ്റ് 30 ഓർത്തിരിക്കുക, ഡേറ്റ് ചോദിക്കാം. ഗാന്ധിജിയുടെ ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർത്തിരിക്കുക. ആരുടേതാണ് ഈ വാക്കുകൾ എന്ന രീതിയിൽ ചോദിച്ചേക്കാം. അത്തരത്തിൽ ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പഠിക്കുക കേട്ടോ.